ചെങ്ങായിമാരെ നമസ്കാരം. നമ്മുടെ സ്പൈഡി ബോയുടെ ബ്രാൻഡ് ന്യൂ ഡേ ഇങ്ങ് അടുത്തെത്തിയിരിക്കുമല്ലേ. അതുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ MCU ലോകത്തെ സ്പൈഡർമാനെ കുറിച്ചാകാമെന്ന് വിചാരിച്ചു. എന്തു പറയുന്നു? ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിലൂടെയാണ് പുതിയ സ്പൈഡി ഗ്രാൻഡ് എൻട്രി നടത്തിയതെങ്കിലും അതിന് പിന്നാലെ ഇറങ്ങിയ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിലാണ് മൂപ്പർക്ക് തകർത്താടാൻ അവസരം നൽകിയത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഈ കഥ തുടങ്ങുന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണ്. അവഞ്ചേഴ്സും ചിറ്റോരി എന്ന ഏലിയൻ വർഗവുമായിട്ട് നടന്ന ആ വലിയ യുദ്ധത്തിന് തൊട്ടു പിന്നാലെയുള്ള സമയം. ആഡ്രിയാൻ ടോംസ് എന്നു പേരുള്ള ഒരാളും അയാളുടെ ജോലിക്കാരും ആ യുദ്ധം നടന്ന സ്ഥലത്തെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കിട്ടാവുന്ന ഏലിയൻ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളുമൊക്കെ പെറുക്കിയെടുക്കുകയാണ്. അക്കൂട്ടത്തിൽ അയാളുടെ മകൾ വരച്ച അവഞ്ചേഴ്സിൻ്റെ ഒരു പടം വരെ ടോംസ് കൂടെയുള്ള ആൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ പോകുമ്പോഴാണ് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡാമേജ് കൺട്രോളിൻ്റെ ഒരു വാൻ അങ്ങോട്ടേക്ക് വരുന്നത്. അതിൽ നിന്ന് ആൻ മേരി ഹോഗ് എന്നൊരു സ്ത്രീ ഇറങ്ങി വന്ന് ഈ പരിപാടിയൊക്കെ ഉടൻ നിർത്താൻ ടോംസിനോട് ആവശ്യപ്പെടുന്നു. അവർ ശേഖരിച്ച സാധനങ്ങളെല്ലാം സർക്കാർ പിടിച്ചെടുക്കുകയാണെന്നും അവൾ പറയുന്നു. ടോംസ് ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. കൂടുതൽ ഡാമേജ് കൺട്രോളിലെ ഒരാൾ ടോംസിനെ കളിയാക്കിയപ്പോൾ അവൻ അയാളുടെ മുഖത്തിനിട്ട് ഒരിടിയും വെച്ചു കൊടുക്കുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവും ഉണ്ടായില്ല. ഡാമേജ് കൺട്രോളിൻ്റെ പിന്നിലെ പ്രധാന ആൾ ടോണി സ്റ്റാർക്ക് ആണെന്നറിഞ്ഞപ്പോൾ ടോംസ് തന്റെ വിശ്വസ്തരായ 3 ജോലിക്കാരെ, അതായത് ജാക്സൺ ബ്രൈസിനെയും ഹെർമൻ ഷുൾസിനെയും ഫിനിയസ് മെയ്സനെയും മാറ്റി നിർത്തി ഒരു കാര്യം പറയുന്നു: ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഈ ഏലിയൻ സാധനങ്ങൾ പെറുക്കുന്നത് തുടരും. അങ്ങനെ 8 വർഷങ്ങൾ കടന്നുപോയി. ടോംസും കൂട്ടരും ഇപ്പോഴും ആ പണി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ടോംസിൻ്റെ കയ്യിൽ പറക്കാൻ സഹായിക്കുന്ന വലിയൊരു മെക്കാനിക്കൽ വിങ്ഡ് സ്യൂട്ടുണ്ട്. അത് വെച്ച് പറന്നു ചെന്ന് ചിറ്റോരി പവർ കോറുകളും വിലപിടിപ്പുള്ള മറ്റു സാധനങ്ങളും അവൻ മോഷ്ടിക്കും. അവിടെ അന്നത്തെ ചെറിയ പരിപാടി ഇപ്പോൾ ഏലിയൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള വലിയൊരു അധോലോക ആയുധ കച്ചവടമായി മാറിയിരിക്കുകയാണ്. ബിസിനസ് ഉഷാറായി നടക്കുന്നു. മറുവശത്ത് നമ്മുടെ പീറ്റർ പാർക്കർ ടോണി സ്റ്റാർക്കിൻ്റെ ആളായ ഹാപ്പി ഹോഗൻ്റെ കൂടെ ബെർലിനിലേക്ക് പോകുന്ന വഴി പീറ്റർ ഒരു വീഡിയോ ഡയറി റെക്കോർഡ് ചെയ്യുകയാണ്. ഈ യാത്രയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നോ, ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ സമയത്ത് ടോണി സ്റ്റാർക്കിൻ്റെ കൂടെ നിൽക്കാൻ പീറ്ററിനെ കൊണ്ടുപോകുന്നതാണിത്. ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജർ സമയത്ത് ടോണി പീറ്ററിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത പുത്തൻ സ്പൈഡർമാൻ സ്യൂട്ട് ഹാപ്പി അവനെ കാണിച്ചു കൊടുക്കുന്നു. പീറ്ററിനാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. എയർപോർട്ടിൽ വെച്ച് അയൺമാൻ്റെ കൂടെ നിന്ന് ക്യാപ്റ്റൻ അമേരിക്കയ്ക്കും മറ്റ് അവഞ്ചേഴ്സിനും വരെ താൻ ഫൈറ്റ് ചെയ്തതിനെ പറ്റിയുള്ളൊരു വീഡിയോ പീറ്റർ തൻ്റെ വീഡിയോയിൽ പകർത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ടോണി പീറ്ററിനെ തൻ്റെ ലിമോസിൻ കാറിൽ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നു. അടുത്ത മിഷൻ എപ്പോഴാണെന്ന് ഉടനെ അറിയിക്കാം എന്ന് കരുതി വളരെ ആകാംക്ഷയോടാണ് പീറ്റർ വീട്ടിലേക്ക് കയറുന്നത്. പക്ഷേ 2 മാസം കഴിഞ്ഞു. പീറ്റർ ഇപ്പോഴും വെയിറ്റിങ്ങിലാണ്. പുതിയതായി യാതൊരു വിവരവും ഹാപ്പി പറഞ്ഞിട്ടില്ല. പീറ്റർ വീണ്ടും മിഡ് ടൗൺ ഹൈസ്കൂളിലെ ഒരു സാധാരണ വിദ്യാർത്ഥിയുടെ ജീവിതത്തിലേക്ക് മടങ്ങുന്നു. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ നെഡിൻ്റെ കൂടെ ചേർന്ന് ഒരു ലെഗോ ഡെത്ത് സ്റ്റാർ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നു. ഇതിനുള്ള ഇടയ്ക്ക് അവന് ലിസ് എന്നു പേരുള്ള ഒരു സീനിയർ കുട്ടിയോട് ചെറിയൊരു ക്രഷുമുണ്ട്. ക്ലാസ്സിലെ വലിയ പണക്കാരനും അഹങ്കാരിയുമായ ഫ്ലാഷ് തോംസൺ പീറ്ററിനെ എപ്പോഴും കളിയാക്കുന്നതും പതിവാണ്. സ്കൂൾ സമയം കഴിഞ്ഞാൽ പീറ്റർ സിറ്റിയിലൂടെ സ്പൈഡർമാനെ റോന്തു ചുറ്റും ആളുകളെ സഹായിക്കും. ചെറിയ ചെറിയ കള്ളന്മാരെയൊക്കെ പിടികൂടും. താൻ സ്കൂളിന് ശേഷം എന്താണ് ചെയ്യുന്നത് മറ്റുള്ളവരോട് വിശദീകരിക്കാൻ അവൻ സ്റ്റാർക്ക് ഇൻറ്റേൺഷിപ്പ് എന്നൊരു കള്ളമാണ് പറയുന്നത്. ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ തിരക്ക് കാരണം അവൻ സ്കൂളിലെ ഡെക്കാത്തലോൺ ടീമിൽ നിന്ന് വരെ മാറുന്നുണ്ട്. ക്ലാസ്സിനിടയിൽ രഹസ്യമായി തൻ്റെ വെബ് ഷൂട്ടറുകൾക്ക് വേണ്ടിയുള്ള വെബ് ഫ്ലൂയിഡ് വല ഉണ്ടാക്കുന്നതും അവൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ ലവ്ലീസ്, കഥ ഇതുവരെ എങ്ങനെ പോകുന്നു? ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി അവഞ്ചേഴ്സിൻ്റെ മാസ്ക് വെച്ച 4 കള്ളന്മാർ അഡ്വാൻസ്ഡായ ഏലിയൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരു ബാങ്ക് കൊള്ളയടിക്കുന്നത് സ്പൈഡർമാൻ കാണുന്നു. അവൻ നേരെ ചെന്ന് അവരുമായിട്ട് പിന്നെ സംഘടനകൾ. പക്ഷേ അതിനിടയിൽ കള്ളന്മാരിൽ ഒരാൾ ഒരു പ്രത്യേക ഡിവൈസ് വെച്ച് ഷൂട്ട് ചെയ്യുകയും അതിൽ നിന്ന് വന്ന വലിയൊരു എനർജി ബ്ലാസ്റ്റ് ബാങ്കിൻ്റെ ഒരു ഭാഗം മാത്രമല്ല എതിർവശത്തുള്ള ഒരു ചെറിയ കടയും തകർത്ത് കളയുകയും ചെയ്യുന്നു. കടയുടമയും അയാളുടെ പൂച്ചയെ രക്ഷിച്ചതിന് ശേഷം ആൻറ്റിയായ മെയ് കാണാതെ ജനൽ വഴി പീറ്റർ തൻ്റെ വീട്ടിലെ സ്വന്തം റൂമിലേക്ക് കയറുകയും ചെയ്യുന്നു. സീലിങ്ങിലൂടെ കഴിഞ്ഞ് താഴേക്ക് നോക്കുമ്പോൾ ഫുൾ സെറ്റാക്കിയ ലെഗോ ഡെത്ത് സ്റ്റാറുമായി നെഡ് ബെഡിലിരിക്കുന്നു. സ്പൈഡർമാൻ ഡ്രസ്സിൽ പീറ്റർ സീലിങ്ങിൽ നിന്ന് വരുന്ന കണ്ട് ഞെട്ടിത്തെറിച്ച് നെഡിൻ്റെ കയ്യിൽ നിന്നും ആ ലെഗോ താഴെ വീണ് പൊട്ടുന്നു. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സ്പൈഡർമാൻ എന്നറിഞ്ഞപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ നെഡിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി. യൂട്യൂബിൽ കണ്ട ആ സ്പൈഡർമാൻ നീ തന്നെയാണോ എന്നവൻ ചോദിക്കുന്നു. ഒടുവിൽ പീറ്റർ ഈ രഹസ്യം ആരോടും പറയില്ലെന്ന് നെഡിനെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. അന്ന് രാത്രി ഓൺ മൈക്കൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ പീറ്ററിനോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. സ്റ്റാർക്ക് ഇൻറ്റേൺഷിപ്പ് കാരണം താനാകെ ക്ഷീണിച്ചുപോയി എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ തനിക്ക് ഈ ടോണി സ്റ്റാർക്കിനെ അത്ര വലിയ താല്പര്യമൊന്നുമില്ലെന്ന് മെയ് തുറന്നു പറയുന്നു. TV-യിൽ ബാങ്ക് ഹോളിഡേയുടെ വാർത്ത കണ്ടപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അവിടെ നിന്ന് മാറി നിൽക്കണമെന്നൊക്കെ മെയ് പീറ്ററിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പിറ്റേന്ന് സ്കൂളിൽ മുഴുവൻ സമയവും നെഡ് പീറ്ററിനോട് സ്പൈഡർമാൻ ആകുന്നതിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി ചോദ്യങ്ങളോട് ചോദ്യമാണ്. ജിം ക്ലാസ്സിനിടയിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു വീഡിയോ കാണിക്കുമ്പോൾ താൻ നേരിട്ട് പുള്ളിയുമായി ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പീറ്റർ നെഡിനോട് വളരെ കാഷ്വലായി പറയുന്നുണ്ട്. അപ്പോഴാണ് ലിസ് തൻ്റെ കൂട്ടുകാരികളോട് തനിക്ക് സ്പൈഡർമാനോട് ചെറിയൊരു ക്രഷുണ്ടെന്ന് പറയുന്നത് അവർ കേൾക്കുന്നത്. ഇത് കേട്ടപാടെ പീറ്ററിന് സ്പൈഡർമാനെ നേരിട്ടറിയാമെന്ന് നെഡ് എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറയുന്നു.
സ്വന്തം ചങ്കല്ലേ ഉടക്കാനായിട്ടൊരു അവസരം ഇട്ട് കൊടുത്തതാണ്. ഇത് കേട്ട ലിസ് പീറ്ററിനെയും നെഡിനെയും തൻ്റെ വീട്ടിൽ നടക്കുന്ന പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നു. പാർട്ടിക്ക് സ്പൈഡർമാനെ കൂടെ കൊണ്ടുവരണം എന്നും പറയുന്നു. അങ്ങനെ പാർട്ടിക്ക് എത്തിയ ഉടനെ തന്നെ സ്പൈഡർമാൻ സൂട്ടിടാൻ നെഡ് പീറ്ററിനെ നിർബന്ധിക്കുന്നു. പീറ്റർ ആദ്യം മടിച്ചെങ്കിലും ഫ്ലാഷ് വന്ന് കളിയാക്കാൻ തുടങ്ങിയപ്പോൾ വേഷം മാറാൻ അവൻ തീരുമാനിക്കുന്നു. പക്ഷേ അപ്പോഴാണ് ദൂരെ എവിടെയോ ഒരു വലിയ പൊട്ടിത്തെറി നടക്കുന്നത് അവൻ കാണുന്നത്. അതന്വേഷിച്ച് പോകുമ്പോൾ ടൂംസിൻ്റെ ആളുകളായ ബ്രൈസും ഷുൾസും ആരോൺ ഡേവിസ് എന്നൊരു ലോക്കൽ ഗുണ്ടയ്ക്ക് ഏലിയൻ ആയുധങ്ങൾ വിൽക്കാൻ നിൽക്കുന്നത് അവൻ കാണുന്നു. ഇന്നലെ നെഡ് വിളിച്ചപ്പോൾ പീറ്ററിൻ്റെ ഫോൺ ശബ്ദിച്ചു. ഇത് കേട്ട് ആരോൺ തങ്ങളെ ഒറ്റ കൊടുത്താണെന്ന് കരുതി ആ കച്ചവടം അവിടെ വെച്ച് പ്രശ്നമാകുന്നു. സ്പൈഡർമാൻ ഇടപെട്ട് അവരെ പിടിക്കാൻ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് എവിടെ നിന്നോ വൾച്ചർ വളർന്നെത്തി സ്പൈഡർമാനെ പിടിച്ച് അടുത്തുള്ള പുഴയിലേക്ക് ഇടുന്നു. അഡ്രിയൻ തന്നെയാണ് ഈ വൾച്ചർ എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. പാരച്യൂട്ടിൽ കുരുങ്ങി വെള്ളത്തിൽ കിടന്ന പീറ്ററിനെ അയൺമാൻ പറന്നെത്തിയാണ് രക്ഷിക്കുന്നത്. പീറ്ററിൻ്റെ സ്യൂട്ടിൽ വെച്ച് ട്രാക്കർ വഴിയാണ് ടോണി അവനെ കണ്ടുപിടിച്ചത്. പക്ഷേ ടോണി നേരിട്ട് വന്നിട്ടില്ല, റിമോട്ടായി സ്യൂട്ട് കൺട്രോൾ ചെയ്തതാണ്. വലിയ വലിയ ക്രിമിനൽ കേസുകളിലൊന്നും പോയി തലയിടാതെ സേഫായിരിക്കണം പീറ്ററിന് കർശന നിർദ്ദേശം നൽകുന്നു. തിരിച്ച് പാർട്ടിക്ക് പോകാമെന്ന് കരുതിയ പീറ്റർ നെഡിനെ വിളിക്കുന്നു. പിന്നാമ്പുറത്ത് ഫ്ലാഷ് പീറ്ററിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കളിയാക്കുന്നത് അവന് കേൾക്കാമായിരുന്നു. ആ സമയത്ത് അവിടെ ക്രിമിനലുകൾ ഉപേക്ഷിച്ച് പോയ ഒരായുധം പീറ്ററിന് കിട്ടുന്നു. ഇതേ സമയം ടൂംസിൻ്റെ താവളത്തിൽ ആയുധം താൻ അബദ്ധത്തിൽ താഴെയിട്ട് പോയതാണെന്ന് ബ്രൈസ് സമ്മതിക്കുന്നു. ഇലക്ട്രിക് ഗ്ലൗസുകൾ വെച്ചിട്ട് ഷോക്കർ എന്നായിരുന്നു അവൻ സ്വയം വിളിച്ചിരുന്നത്. ബ്രൈസിൻ്റെ അശ്രദ്ധ കണ്ടുമെടുത്ത ടൂംസ് അവനെ ടീമിൽ നിന്ന് പുറത്താക്കുന്നു. ഇതിന് പ്രതികാരമായി ടൂംസിൻ്റെ ഭാര്യയോട് ഈ കള്ളക്കച്ചവടത്തിൻ്റെ വിവരങ്ങളെല്ലാം വിളിച്ചു പറയുമെന്ന് ബ്രൈസ് ഭീഷണിപ്പെടുത്തുകയാണ്. ദേഷ്യം വന്ന ടോംസ് വർക്ക് ബെഞ്ചിലിരുന്ന ഒരു തോക്കെടുത്ത് അവനെ ഷൂട്ട് ചെയ്യുകയാണ്. ബ്രൈസ് അവിടെ വെച്ച് തന്നെ കത്തിച്ചാമ്പലാവുന്നു. അതൊരു ലേസർ ഗണ്ണാണെന്ന് കരുതിയാണ് ടോംസ് എടുത്തത്. പക്ഷേ അതൊരു ആൻറ്റി ഗ്രാവിറ്റി ഗണ്ണായിരുന്നു. എന്തൊക്കെ തരം ഗണ്ണുകളല്ലേ! ഇതൊന്നും ഇന്ത്യയില്ലാത്തത് പിള്ളേരുടെ ഭാഗ്യം. തുടർന്ന് ആ ഇലക്ട്രിക് ഗ്ലൗസുകൾ ഷുൾസിന് നൽകി അയാളെ പുതിയ ഷോക്കറാക്കുന്നു. അങ്ങനെ നെഡിൻ്റെ സഹായത്തോടെ പീറ്റർ ആയുധം തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു പവർ കോർ കണ്ടെത്തുന്നു. ഷുൾസിനെ ട്രാക്ക് ചെയ്തപ്പോൾ അവൻ മേരിലാൻഡിലേക്കാണ് പോകുന്നതെന്ന് അവർ അങ്ങനെ മനസ്സിലാക്കുന്നു. അവനെ പിന്തുടരാൻ പീറ്റർ വീണ്ടും ഡെക്കാത്തലൺ ടീമിൽ ചേരുകയും അവരോടൊപ്പം നാഷണൽ കോമ്പറ്റീഷന് വേണ്ടി വാഷിംഗ്ടൺ DC പോവുകയും ചെയ്യുന്നു. ഹോട്ടലിലേക്ക് എത്തിയ ശേഷം സ്പൈഡർമാൻ സൂട്ടിലേക്ക് റിമോട്ടായി ഹാക്ക് ചെയ്യാൻ പീറ്റർ നെഡിനോട് ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് പീറ്ററിന് മനസ്സിലാകുന്നത് ടോണി സ്റ്റാർക്ക് ഒരു ട്രെയിനിങ് വീൽസ് പ്രോട്ടോകോൾ ഉപയോഗിച്ച് ആ സ്യൂട്ടിൻ്റെ ഒട്ടുമിക്ക ഫീച്ചറുകളും ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. ഇനി എന്ത് ചെയ്യുക? അത് ഫുള്ളായി അൺലോക്ക് ചെയ്യാൻ പീറ്റർ നെഡിനെ നിർബന്ധിക്കുന്നു. അങ്ങനെ അവൻ്റെ തല വെച്ച് ഫുൾ അൺലോക്ക് ചെയ്ത സ്യൂട്ടുമായി ഷുൾസിനെ പിടിക്കാൻ പീറ്റർ രാത്രി പുറത്തിറങ്ങുന്നു. സ്യൂട്ടിൽ ഒരു AI സിസ്റ്റം ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നു. അവളുടെ, അതായത് ആ AI സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ അവൻ വില്ലന്മാരെ ട്രാക്ക് ചെയ്യുകയാണ്. എൻഹാൻസ്ഡ് കോമ്പാറ്റ് മോഡ് ഓൺ ചെയ്യണമോ എന്ന് AI ചോദിക്കുമ്പോൾ പീറ്റർ ഓക്കെ പറയുന്നു. അതോടെ സ്യൂട്ടിൻ്റെ രൂപം തന്നെ മാറുന്നു. 567 തരം വെബ് ഷൂട്ടർ കോമ്പിനേഷനുകളും മറ്റ് പല ഫീച്ചറുകളും അതിൽ ആക്റ്റീവ് ആകുന്നു. ടൂംസിൻ്റെ ആളുകൾ ഒരു ഡാമേജ് കൺട്രോൾ ട്രക്ക് ഹൈജാക്ക് ചെയ്യുന്നത് പീറ്റർ തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ വൾച്ചറുമായുള്ള ഫൈറ്റിനിടയിൽ പീറ്ററിന് ബോധം നഷ്ടപ്പെടുന്നു. അവൻ ഉണരുമ്പോൾ അതിസുരക്ഷയുള്ള ഡാമേജ് കൺട്രോളിൻ്റെ ഒരു വലിയ വെയർഹൗസിലാണ് താൻ പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. നേരം വെളുക്കാതെ ആ വാതിൽ തുറക്കില്ല. അങ്ങനെ അവിടെ പെട്ടുപോയ പീറ്റർ സ്യൂട്ടിലെ AIയോട് സംസാരിക്കുകയും അവൾക്ക് കാരൻ എന്ന് പേരിടുകയും ചെയ്യുന്നു. അവളവന് സ്യൂട്ടിൻ്റെ എല്ലാ ഫീച്ചറുകളും വിശദീകരിച്ചു കൊടുക്കുന്നു. ലിസിനോടുള്ള തൻ്റെ ഇഷ്ടത്തെക്കുറിച്ചൊക്കെ അവൻ കാരനോട് മനസ്സ് തുറക്കുന്നുണ്ട്. സംസാരത്തിനിടയിലാണ് ആ പവർ കോർ റേഡിയേഷൻ തട്ടിയിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു വലിയ ബോംബാണെന്ന സത്യം പീറ്റർ അറിയുന്നത്. ഡെക്കാത്തലൺ മത്സരം തുടങ്ങാറായെന്നും ആ പവർ കോർ നെഡിൻ്റെ ബാഗിലാണെന്നും ഓർത്തപ്പോൾ പീറ്ററിന് ആകെ ടെൻഷനായി. കാരൻ്റെ സഹായത്തോടെ വെയർഹൗസിൻ്റെ വാതിൽ തുറന്ന് അവൻ അങ്ങോട്ടേക്ക് കുതിക്കുന്നു. പീറ്റർ അവിടെ എത്തുമ്പോഴേക്കും മത്സരം കഴിഞ്ഞിരുന്നു. പക്ഷേ മിഷേൽ ജോൺസ് എന്നുപേരുള്ള മിണ്ടാപ്പൂച്ചയായ ഒരു കുട്ടി പീറ്ററിന് പകരം മത്സരിച്ചുകൊണ്ട് അവരുടെ ടീം ജയിച്ചിരുന്നു, അതായത് MJ. അങ്ങനെ മത്സരശേഷം ടീം വാഷിംഗ്ടൺ മോണ്യുമെൻറ്റ്സിലേക്ക് പോകുന്നു. പവർ കോറിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ പീറ്റർ നെഡിനെ വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. ടീം മോണ്യുമെൻറ്റിനുള്ളിലെ എലിവേറ്ററിൽ കയറുന്ന സമയത്ത് നെഡിൻ്റെ ബാഗിനുള്ളിലിരുന്ന് ആ പവർ കോർ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. സ്പൈഡർമാൻ കെട്ടിടത്തിൻ്റെ പുറത്തൂടെ വലിഞ്ഞു കയറി അവിടെ എത്തുന്നുണ്ടെങ്കിലും വാതിൽ തകർക്കാതെ അകത്ത് കയറാൻ കഴിയുമായിരുന്നില്ല. പോലീസ് ഹെലികോപ്റ്ററുകൾ വന്ന് അവനോട് താഴെ ഇറങ്ങാൻ പറയുന്നു. അതൊന്നും വകവയ്ക്കാതെ അവൻ ഹെലികോപ്റ്ററിന് മുകളിലൂടെ ചാടി ഗ്ലാസ് തകർത്ത് അകത്തേക്ക് കയറുന്നു. താഴേക്ക് പതിക്കാൻ പോകുന്ന എലവേറ്ററിനെ അവൻ തൻ്റെ വല ഉപയോഗിച്ച് പിടിച്ചു നിർത്തുന്നു. പക്ഷേ ഭാരം കാരണം പീറ്ററും താഴേക്ക് വലിയുന്നുണ്ട്. സർവ്വശക്തിയും എടുത്ത് അവൻ അതിനെ പിടിച്ച് നിർത്തുകയും എല്ലാവരെയും ഓരോരുത്തരായി പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അവസാനം ലിസ് മാത്രമാണ് ബാക്കിയായത്. എലിവേറ്റർ താഴേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ സ്പൈഡർമാൻ വലയെറിഞ്ഞ് അവളെ സുരക്ഷിതമായി പിടിച്ചു കയറ്റുന്നു. ന്യൂയോർക്കിൽ തിരിച്ചെത്തിയ ശേഷം പീറ്റർ കാണുന്നതെല്ലാം സ്യൂട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് കാരൻ പറയുന്നു. അങ്ങനെ ആരോൺ ഡേവിസിൻ്റെ ഫോട്ടോ വെച്ച് പീറ്റർ അയാളെ ഒരു പാർക്കിംഗ് ഗാരേജിൽ വെച്ച് കണ്ടുപിടിക്കുകയാണ്. ടോംസിൻ്റെ ആളുകളിൽ നിന്ന് എന്തിനാണ് ആയുധം വാങ്ങാൻ ശ്രമിച്ചതെന്ന് പീറ്റർ അയാളോട് ചോദിക്കുന്നു. തൻ്റെ നാട്ടിൽ നിന്ന് ഇത്തരം ആയുധങ്ങൾ മാറ്റാനാണ് താൻ ശ്രമിച്ചതെന്ന് അയാൾ പറയുന്നു. സ്പൈഡർമാൻ ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആരോൺ അവന് രഹസ്യം പറഞ്ഞു കൊടുക്കുന്നു. സ്റ്റാറ്റൻ ഐലൻഡ് ഫെറിയിൽ വെച്ച് കൂടുതൽ ആയുധങ്ങൾ കൈമാറാൻ ടൂംസ് ഒരാളെ കാണുന്നുണ്ട്.
ഫെറിയിൽ വെച്ച് ടൂംസ് മാക് ഗാർഗൻ എന്നൊരു ക്രിമിനലുമായി സംസാരിക്കുകയാണ്. അപ്പോൾ ടോണി പീറ്ററിനെ വിളിക്കുന്നു. പക്ഷേ പീറ്റർ താൻ എവിടെയാണെന്ന് കള്ളം പറയുകയാണ്. ബോട്ടിനുള്ളിൽ ടൂംസിനെയും കാണുന്നുണ്ട്. പക്ഷേ അയാൾ തന്നെയാണ് വൾച്ചർ എന്ന് പീറ്ററിന് ഇപ്പോഴും അറിയില്ലായിരുന്നു. സ്പൈഡർമാൻ വന്നിട്ട് ഗാർഗനെയും കൂട്ടി അടിച്ചിരുന്നു. ടൂംസ് ഒരു പ്രത്യേക ആയുധം വെച്ച് സ്പൈഡർമാനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ പീറ്റർ അത് വലിയെറിഞ്ഞ് പിടിക്കുകയാണ്. എന്നാൽ ആയുധം അസ്ഥിരമായി മാറി പൊട്ടിത്തെറിക്കുകയും ഫെറി നടുവെ പിളരുകയും ചെയ്യുന്നു. വലകൾ ഉപയോഗിച്ച് രണ്ട് ഭാഗങ്ങളെയും പിടിച്ചു നിർത്താൻ പീറ്റർ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ വലകൾക്ക് അത്രയും ഭാരം താങ്ങാൻ കഴിയുമായിരുന്നില്ല. എല്ലാം തകരാൻ പോകുന്ന അവസാന നിമിഷം അയൺമാനും കുറേ ഡ്രോണുകളും അവിടേക്ക് എത്തി ഫെറിയെ കൂട്ടിച്ചേർത്ത് എല്ലാവരെയും രക്ഷിക്കുന്നു. സ്പൈഡർമാൻ അടുത്തുള്ളൊരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് മാറുന്നു. ടോണി അവിടെ പറഞ്ഞെത്തി തന്നോട് കള്ളം പറഞ്ഞതിനും താൻ പറഞ്ഞത് കേൾക്കാത്തതിനും പീറ്ററിനോട് ചൂടാവുന്നു. വൾച്ചറിനെ കുറിച്ച് താൻ പറഞ്ഞപ്പോൾ ടോണി അതൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് പീറ്റർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ടോണി തൻ്റെ സ്യൂട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. പീറ്റർ പറഞ്ഞത് താൻ ശ്രദ്ധിച്ചിരുന്നുവെന്നും ആ ഫെറിയിലേക്ക് FBI പറഞ്ഞയച്ചത് താനാണെന്ന് ടോണി പറയുന്നു. ഇപ്പോൾ എന്തായാലും ആർക്കും ഒന്നും പറ്റിയില്ല. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും പീറ്ററിനായനെ എന്ന് ടോണി ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പീറ്റർക്ക് സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് ടോണി ആ സ്യൂട്ട് തിരികെ ചോദിക്കുന്നു. സ്യൂട്ടില്ലാതെ താൻ ഒന്നുമല്ലെന്ന് പറഞ്ഞ് പീറ്റർ കെഞ്ചുന്നുണ്ട്. സ്യൂട്ടില്ലാതെ നീ ഒന്നുമല്ലെങ്കിൽ ഈ സ്യൂട്ട് ഇടാൻ നീ യോഗ്യനല്ല എന്ന് ടോണി ഉറപ്പിച്ച് പറയുന്നു. സ്യൂട്ടും കൊടുത്ത് സങ്കടത്തോടെ പീറ്റർ അങ്ങനെ വീട്ടിലേക്ക് മടങ്ങുന്നു. വീട്ടിലേക്ക് എത്തിയ ഉടനെ ഓണ്ട് മെയ് അവനെ ചോദ്യം ചെയ്യുകയാണ്. പകൽ മുഴുവൻ അവനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അവർ പോലീസിൽ വരെ പരാതി കൊടുക്കാൻ പോയിരുന്നു. അവൻ ഡിറ്റൻഷൻ ക്ലാസ് കട്ട് ചെയ്യുന്നതും ഡെക്കാത്തലിൻ്റെ മത്സരത്തിന് പോകാത്തതും രാത്രികളിൽ രഹസ്യമായി പുറത്തു പോകുന്നതൊക്കെ അവർക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു. നടന്നെല്ലാം വിശദീകരിക്കാൻ അവർ ആവശ്യപ്പെട്ടപ്പോൾ ഇൻറ്റേൺഷിപ്പിൽ നിന്ന് തന്നെ പുറത്താക്കി എന്ന് പീറ്റർ കള്ളം പറയുന്നു. പിന്നെ പീറ്റർ പഴയതുപോലെ ഒരു സാധാരണ സ്കൂൾ കുട്ടിയായി മാറുകയും നെഡിനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്തു. ഒടുവിൽ ഒരുപാട് ധൈര്യം സംഭരിച്ച് അവൻ ലിസിനോട് തൻ്റെ ഇഷ്ടം പറയുന്നു. ഒരു കാര്യം അവൾക്കത് നേരത്തെ അറിയായിരുന്നു. ഒപ്പം ഹോം കമ്മിങ് ഡാൻസിന് കൂടെ വരാമോ എന്ന് ചോദിക്കുകയും അവൾ സമ്മതിക്കുകയും ചെയ്യുന്നു. ഡാൻസിൻ്റെ അന്ന് രാത്രി അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വീട്ടിലേക്ക് എത്തിയ പീറ്റർ ശരിക്കും ഞെട്ടി തെറിച്ചുപോയി. വീടിൻ്റെ വാതിൽ തുറന്നത് മറ്റാരുമല്ല, സാക്ഷാൽ അഡ്രിയാൻ ടൂംസ്. ലിസിൻ്റെ അച്ഛനാണ് ടൂംസ് എന്ന് പീറ്റർ തിരിച്ചറിയുന്നു. വല്ലാത്തൊരവസ്ഥയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ടൂംസ് തന്നെ പീറ്ററിനെയും ലിസിനെയും ഡാൻസിനായി കാറിൽ കൊണ്ടുപോവുകയാണ്. എന്താ നോക്കണേ. യാത്രക്കിടയിൽ ലിസ് വളരെ കാഷ്വലായി പീറ്ററിനെക്കുറിച്ചും വാഷിങ്ടൺ മോണ്യുമെൻറ്റിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ അച്ഛനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ടൂംസ് പതുക്കെ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നു. അവൾ ഡാൻസ് നടക്കുന്നിടത്ത് എത്തുമ്പോഴേക്കും പീറ്റർ തന്നെയാണ് സ്പൈഡർമാൻ എന്ന് സത്യം ടൂംസ് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ലിസ് കാറിൽ നിന്നിറങ്ങിയ ശേഷം ടൂംസ് വളരെ ശാന്തമായി എന്നാൽ വല്ലാത്തൊരു ഭയപ്പെടുന്ന ശബ്ദത്തിൽ പീറ്ററിനൊരു മുന്നറിയിപ്പ് നൽകുന്നു. ഇനി എൻ്റെ കാര്യത്തിൽ നീ ഇടപെടാൻ വന്നാൽ നിന്നെയും നിനക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും ഞാൻ കൊല്ലും. ഡാൻസ് ഹാളിലെത്തിയപ്പോൾ അവഞ്ചേഴ്സിൻ്റെ പുതിയ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ആയുധങ്ങൾ മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു കാർഗോ പ്ലെയിൻ ടൂംസ് തട്ടിയെടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് നെഡ് വഴി പീറ്റർ അറിയുന്നു. ലിസിനെ അവിടെ തനിച്ചാക്കി പീറ്റർ തൻ്റെ പഴയ ഹോം മെയ്ഡ് സ്പൈഡർമാൻ സ്യൂട്ടുമിട്ട് ടൂംസിനെ തടയാൻ പോവുകയാണ്. പുറത്തെത്തിയതും ഇലക്ട്രിക് ഗ്ലൗസ് വെച്ച് ഷൂൾസ് അവനെ ആക്രമിക്കുന്നു. വെബ് ഷൂട്ടർ എടുക്കാൻ പീറ്റർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷൂൾസ് അവനെ നിരന്തരം ഇടിക്കുകയാണ്. അപ്പോഴേക്കും നെഡ് അവിടേക്ക് എത്തി പീറ്ററിനെ സഹായിക്കുന്നു. പീറ്റർ തൻ്റെ വല ഉപയോഗിച്ച് ഷൂൾസിനെ ഒരു ബസ്സിൻ്റെ വശത്തേക്ക് ബന്ധിക്കുന്നു. ശേഷം നെഡിനെ അവിടെ നിർത്തി ടൂംസിനെ കണ്ടുപിടിക്കാൻ പീറ്റർ പോവുകയാണ്. എന്നാലും നെഡ് ദൂരെ ഇരുന്ന് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് കൊടുക്കുന്നുണ്ട്. ഹാപ്പി വിളിച്ച് സഹായം ചോദിക്കാൻ നെഡ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹാപ്പിക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ സ്പൈഡർമാൻ വൈകാതെ ടൂംസിൻ്റെ താവളത്തിലേക്ക് എത്തുകയാണ്. ഈ ലോകം പീറ്റർ വിചാരിക്കുന്ന പോലെ അത്ര ലളിതമല്ലെന്നും തനിക്ക് വേണ്ടത് മാത്രമാണ് താൻ ചെയ്തതെന്നും പറഞ്ഞ് ടൂംസ് പീറ്ററിനെ മെൻ്റലി കുടുക്കാൻ ശ്രമിക്കുന്നു. അതൊരു കെണിയായിരുന്നു. റിമോട്ട് വഴി തൻ്റെ വൾച്ചർ സ്യൂട്ട് ആക്ടിവേറ്റ് ചെയ്ത ടൂംസ് അവിടെയുള്ള സപ്പോർട്ട് ബീമുകൾ തകർക്കുകയും വലിയൊരു കെട്ടിടാവശിഷ്ടം പീറ്ററിന് മുകളിലേക്ക് ഇടിച്ച് വീഴ്ത്തുകയും ചെയ്യുന്നു. പീറ്ററിനെ അവിടെ മരിക്കാൻ വിട്ടിട്ട് ടൂംസ് പോകുന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടുപോയ പീറ്റർ തൻ്റെ കഥ ഇവിടെ തീർന്നത് ഭയപ്പെടുന്നു. പക്ഷെ അപ്പോഴാണ് ടോണിയുടെ ആ വാക്കുകൾ അവൻ ഓർമ്മ വരുന്നത്. തന്നെ മുഴുവൻ ശക്തിയും എടുത്ത് ആ വലിയ കോൺക്രീറ്റ് കൂമ്പാരം ഉയർത്തി മാറ്റി അവൻ പുറത്തു വരുന്നു. ടോണിയുടെ സ്യൂട്ടോ സഹായമോ ഇനി തനിക്ക് ആവശ്യമില്ലെന്നും ഇത് താൻ ഒറ്റയ്ക്ക് നേടുമെന്നും അവൻ തീരുമാനിക്കുന്നു. കാർഗോ പ്ലെയിൻ ഹൈജാക്ക് ചെയ്യാൻ പോകുന്ന വൾച്ചറിൻ്റെ സ്യൂട്ടിൽ സ്പൈഡർമാൻ പിടിച്ചിരിക്കുന്നു. തനിക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാൻ ടൂം ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്പൈഡർമാനെ തടഞ്ഞുകൊണ്ടിരുന്നു. വിമാനത്തിന് മുകളിലും അകത്തുമൊക്കെ വെച്ച് അവർ ഏറ്റുമുട്ടുകയും അതിനിടയിൽ വിമാനത്തിൻ്റെ ടർബൈനുകൾ തകരുകയും ചെയ്യുന്നു. ഒടുവിൽ വിമാനം കോണി ഐലൻഡിലേക്ക് തകർന്ന് വീഴാൻ തുടങ്ങുകയാണ്. ജനവാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിമാനത്തെ തിരിച്ചുവിട്ട് കടൽ തീരത്ത് ഒരു ക്രാഷ് ലാൻഡിംഗ് നടത്താൻ സ്പൈഡർമാൻ സഹായിക്കുന്നു. വിമാനം തകർന്നതിന് ശേഷവും മോഷ്ടിച്ച ആയുധങ്ങളുമായി രക്ഷപ്പെടാൻ ടൂം ശ്രമിക്കുന്നു. പവർ കോറുകൾ പൊട്ടിത്തെറിക്കാൻ പോവുകയാണെന്ന് പീറ്റർ മുന്നറിയിപ്പ് നൽകിയിട്ടും ടൂംസ് അത് വകവയ്ക്കാതെ പറന്നു വരുന്നു. പെട്ടെന്ന് ആ കോറുകൾ പൊട്ടിത്തെറിക്കുകയും അയാൾ നിലത്തേക്ക് വീഴുകയും ചെയ്യുകയാണ്. തകർന്ന വിമാനങ്ങൾക്കിടയിൽ പരിക്കേറ്റ് കിടക്കുന്ന ടൂംസിനെ പീറ്റർ രക്ഷിച്ച് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നു. പക്ഷേ അയാളെ മോഷ്ടിച്ച ആയുധങ്ങൾക്കൊപ്പം അവിടെ തന്നെ കെട്ടിയിട്ടിട്ട് പീറ്റർ അങ്ങ് പോവുകയാണ്. പിന്നീട് ഹാപ്പിയും പോലീസും വന്ന് ടൂംസിനെ അറസ്റ്റ് ചെയ്യുന്നു.
സ്കൂളിലേക്ക് തിരിച്ചെത്തിയ പീറ്റർ അറിയുന്നത് അച്ഛൻ്റെ വിചാരണ നടക്കുന്നതുകൊണ്ട് ലിസും അമ്മയും ഒറിഗണിലേക്ക് താമസം മാറ്റുകയാണെന്നാണ്. ഡാൻസിൻ്റെ അന്ന് തന്നെ തനിച്ചാക്കി പോയതിൻ്റെ സങ്കടം ലിസിന് അപ്പോഴും ഉണ്ടായിരുന്നു. വിഷമിച്ചൊക്കെ ആണെങ്കിലും പീറ്റർ അവൻ്റെ ജീവിതം ശരിയായ രീതിയിൽ മനസ്സിലാക്കുമെന്ന് ആശംസിച്ചുകൊണ്ട് അവൾ അവനോട് വിട പറയുന്നു. പീറ്റർ വീണ്ടും ഡെക്കാത്തലൺ ടീമിലേക്ക് ചേരുകയാണ്. മിഷേലിനെ പുതിയ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കുകയും കൂട്ടുകാർ അവളെ MJ എന്നാണ് വിളിക്കുന്നതെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് പീറ്ററിന് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നത്. സ്കൂളിലെ ബാത്റൂമിലേക്ക് ചെല്ലാനായിരുന്നു അത്. അവിടെ ഹാപ്പി അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പീറ്റർ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഹാപ്പി നന്ദി പറയുകയും ടോണിക്ക് അവനെ കാണണമെന്നും പറയുന്നു. ടോണി ഹാപ്പിയും ചേർന്ന് പീറ്ററിനെ അവഞ്ചേഴ്സിൻ്റെ പുതിയ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. ടോണി ആകട്ടെ അവൻ്റെ പുതിയ സ്പൈഡർമാൻ സ്യൂട്ട് കാണിച്ചു കൊടുക്കുന്നു. ഇന്നലെ തൊട്ടടുത്തുറമലായി ലോകത്തോട് വലിയൊരു വാർത്ത അറിയിക്കാൻ പത്രക്കാർ കാത്തു നിൽക്കുന്നുണ്ടെങ്കിലും പീറ്ററിനെ പുതിയൊരു അവഞ്ചറായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണെന്നും ടോണി പറയുന്നു. പക്ഷേ പീറ്റർ അത് നിരസിക്കുന്നു. തൽക്കാലം ഈ നാട്ടുകാരുടെ സ്വന്തം സ്പൈഡർമാനായി, ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാനായി തുടരാനാണ് തനിക്ക് താല്പര്യമെന്ന് അവൻ പറയുന്നു. ഇതൊക്കെ എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പീറ്റർ പോകുന്നതിന് മുമ്പ് ടോണിയോട് വെറുതെ ഒന്ന് ചോദിക്കുന്നുണ്ട്. അതേ സത്യമാണെന്ന് ടോണി അഭിനയിക്കുകയും ചെയ്യുന്നു. അതായത് അവിടെ പത്രക്കാരില്ലെന്ന് ചുമ്മാ പറഞ്ഞിട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പീറ്റർ ഇത്രയും പക്വതയോടെ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ടോണിയെ ശരിക്കും അമ്പരപ്പിച്ചിരുന്നു. മാത്രമല്ല അവിടെ ശരിക്കും പത്രക്കാർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ടോണിയുടെ ആളായ പെപ്പർ പോട്ട്സ് അവിടേക്ക് വന്നിട്ട് ആ പയ്യൻ എവിടെയെന്ന് ചോദിക്കുകയും അവൻ പോയതറിഞ്ഞ് നിരാശയാവുകയും ചെയ്യുന്നു. ആ ചമ്മൽ മറയ്ക്കാൻ വേണ്ടി ഹാപ്പി പെട്ടെന്നൊരു മോതിരം എടുത്തു കൊടുക്കുകയും ടോണി അപ്പോൾ തന്നെ പെപ്പറിനെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ പത്രക്കാർക്ക് പുതിയൊരു വാർത്തയുമായി. പീറ്റർ വീട്ടിലേക്ക് എത്തുമ്പോൾ ടോണി കൊടുത്തുവെച്ച ഒരു ബാഗ് അവൻ്റെ ബെഡിൽ ഇരിപ്പുണ്ടായിരുന്നു. പീറ്ററിൻ്റെ ആ തീരുമാനത്തിൽ ഇംപ്രസ്സായ ടോണി പഴയ സ്പൈഡർമാൻ സ്യൂട്ട് അവന് തിരികെ നൽകിയതാണത്. സന്തോഷത്തോടെ വലിയൊരു ചിരിയോടെ പീറ്റർ ആ സ്യൂട്ട് ധരിക്കുന്നു. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് സാക്ഷാൽ ഓൺമേയ് അവൻ്റെ തൊട്ടു പിന്നിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു എന്ന സത്യം അവൻ അറിഞ്ഞതേയില്ല. തൻ്റെ പീറ്ററാണ് സ്പൈഡർമാൻ എന്ന് അവർ അറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഹോം കമ്മിങ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ കാണുന്ന ഒരു മിഡ് ക്രെഡിറ്റ് സീൻ. അതിസുരക്ഷാ സന്നാഹമുള്ള ദ റാഫ്റ്റ് എന്ന ജയിലിൽ ടൂംസിനെ അടച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് അയാൾ മാക് ഗാർഗനെ കണ്ടുമുട്ടുന്നു. താനും വേറെ ചില ക്രിമിനലുകളും ചേർന്ന് സ്പൈഡർമാനെ കൊല്ലാമെന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യം ഗാർഗൻ ടൂംസിനോട് പറയുന്നു. സ്പൈഡർമാൻ ആരാണെന്ന് ടൂംസിന് അറിയാമെന്നൊരു കിംവദന്തി ഉണ്ടല്ലോ എന്ന് ഗാർഗൻ ചോദിക്കുമ്പോൾ ടൂംസ് അത് നിഷേധിക്കുന്നു. തനിക്കത് അറിയാമായിരുന്നെങ്കിൽ ആ പയ്യൻ പണ്ടേ മരിച്ചേനെ എന്ന് ടൂംസ് പറയുന്നു. ശേഷം അയാളെ കാണാൻ വന്ന ലിസിനെയും ഭാര്യയും കാണാൻ ടൂംസ് നടന്നു പോകുന്നു. ഇനി രണ്ടാം ഭാഗമായ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം. ഈ കഥ തുടങ്ങുന്നത് മെക്സിക്കോയിലാണ്. നിക് ഫ്യൂരിയും മരിയ ഹില്ലും അവിടെ നടന്ന വലിയൊരു ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അവിടെ വെച്ച് മിസ്റ്റീരിയോ എന്ന പേരുള്ള ഒരു ഹീറോയും എലമെൻ്റൽ എന്ന് വിളിക്കുന്ന ഒരു രാക്ഷസ രൂപിയായ ജീവിയും തമ്മിൽ യുദ്ധം ചെയ്യുന്നവർ കാണുന്നു. അതേസമയം ന്യൂയോർക്കിൽ നമ്മുടെ പീറ്റർ പാർക്കർ തൻ്റെ സ്കൂളിൽ നിന്നുള്ള 2 ആഴ്ചത്തെ യൂറോപ്പ് ട്രിപ്പിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ബാഗ് ചെയ്യുമ്പോൾ എന്തിനും ഏതിനും ഇരിക്കട്ടെ എന്ന് കരുതി സ്പൈഡർമാൻ സ്യൂട്ട് കൂടെ എടുക്കാൻ ഓൺമൈ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ സൂപ്പർ ഹീറോ പണിയിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് നല്ലൊരു വെക്കേഷൻ ആഘോഷിക്കാൻ പോകുന്നതുകൊണ്ട് പീറ്റർ അത് വേണ്ടെന്ന് പറയുന്നു. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം പീറ്ററും നെഡും കൂട്ടുകാരും അവരുടെ ആദ്യ സ്ഥലത്തെത്തുന്നു. ഇമിഗ്രേഷൻ ചെക്കിങ്ങിൽ പീറ്റർ സൂട്ട് കേസ് തുറക്കുമ്പോൾ അതിനുള്ളിൽ കുത്തി നിറച്ച നിലയിൽ ഒരു സ്പൈഡർമാൻ സ്യൂട്ടും മെയ് വെച്ചൊരു കുറിപ്പും അവൻ കാണുന്നു. അവനറിയാതെ മെയ് എടുത്ത് വെച്ച് കാണും. ഭാഗ്യത്തിന് ഉദ്യോഗസ്ഥർക്ക് സംശയമൊന്നും തോന്നിയില്ല. അവൻ സേഫായി പുറത്തു കടന്നു. അവർ വെനീസിലേക്കെത്തി ഹോട്ടൽ റൂം എടുക്കുന്നു. മിസ്റ്റർ ഹാരിങ്ടൺ കുട്ടികളുമായി നഗരം ചുറ്റിക്കാണാൻ പോകുമ്പോൾ പീറ്റർ MJക്ക് കൊടുക്കാനായി ഒരു നെക്ലസ് വാങ്ങുന്നുണ്ട്. അങ്ങനെ സമാനമായി നഗരത്തിലൂടെ നടക്കുമ്പോഴാണ് വെള്ളത്തിനടിയിലൂടെ എന്തോന്ന് വേഗത്തിൽ നീങ്ങുന്നത് പീറ്റർ കാണുന്നത്. പെട്ടെന്നൊരു ജീവി കനാലിൽ നിന്ന് പൊന്തി വരുന്നു. ആളുകൾ ചിതറി ഓടുന്നു. ആ ജീവി ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു പാലത്തിന് നേരെ പോകുന്ന കണ്ട പീറ്റർ എല്ലാവരും രക്ഷിക്കാൻ അങ്ങോട്ടേക്ക് ചാടുന്നു. ഇതിനിടയിൽ പീറ്ററിന് ആക്രമണം ഏൽക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് മറ്റൊരു സൂപ്പർ ഹീറോ അവിടേക്കെത്തി ആ ജീവിയുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഡോക്ടർ സ്ട്രേഞ്ചിനെ ഓർപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഹെൽമറ്റ് വെച്ച ആ ഹീറോയെ സഹായിക്കാൻ പീറ്റർ തീരുമാനിക്കുന്നു. ഫൈറ്റിനിടയിൽ ആ ജീവി ഒരു പള്ളിയുടെ ടവർ തകർത്ത് താഴേക്ക് ഇടുന്നു. പീറ്റർ തൻ്റെ വല ഉപയോഗിച്ച് അത് താഴേക്ക് വീഴാതെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ടെങ്കിലും ഭാരം കാരണം അവനത് സാധിക്കുന്നില്ല. ഒടുവിൽ ആ ഹീറോ മിസ്റ്റീരിയോ ആ ജീവിയെ തോൽപ്പിക്കുന്നു. നഗരം മുഴുവൻ അയാളെ വാഴ്ത്തി പാടുന്നു. അന്ന് രാത്രി ഹോട്ടലിലേക്ക് മടങ്ങും വഴി പീറ്ററിനെ നിക് ഫ്യൂറി വന്ന് കാണുന്നുണ്ട്. ഒരാഴ്ചയ്ക്ക് മുമ്പ് മെക്സിക്കോയിലെ ഒരു ഗ്രാമം മുഖം പോലെ രൂപപ്പെട്ട ഒരു കൊടുങ്കാറ്റ് വന്ന് നശിപ്പിച്ചെന്നും 3 ദിവസം കഴിഞ്ഞ് മൊറോക്കയിലും സമാനമായ സംഭവം ഉണ്ടായെന്നും ഇതിനുള്ളിൽ എന്തോ വലിയ ശക്തിയുണ്ടെന്ന് അയാൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഫ്യൂരി പീറ്ററിനൊരു കണ്ണട നൽകുകയാണ്. അത് അടുത്തിടെ മരിച്ചുപോയ ടോണി സ്റ്റാർക്ക് പീറ്ററിന് നൽകാൻ ഏൽപ്പിച്ചതാണെന്ന് ഫ്യൂരി പറയുന്നു. ശേഷം ഫ്യൂരി പീറ്ററിനെ രഹസ്യമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ മരിയ ഹില്ലും നേരത്തെ കണ്ട പുതിയ ഹീറോയുമുണ്ട്. ആളുടെ യഥാർത്ഥ പേര് ബെക്ക് എന്നാണ്. താൻ മറ്റൊരു സമാന്തര ലോകത്തു നിന്നാണ്, പാരലൽ യൂണിവേഴ്സിൽ നിന്നാണ് വരുന്നതെന്ന് ബെക്ക് പറയുന്നു. വിവിധ രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഈ ജീവികളെ എലമെൻ്റൽസ് എന്നാണ് വിളിക്കുന്നതെന്നും അവ ബ്ലാക്ക് ഹോളുകളിൽ നിന്ന് ജനിച്ചതാണെന്നും വായു, വെള്ളം, ഭൂമി, തീ എന്നീ 4 ഘടകങ്ങൾ ചേർന്നാണ് അവ ഉണ്ടായതെന്നും ബെക്ക് വിശദീകരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ലോകത്തും ഇതേ ജീവികൾ വന്നിരുന്നെന്നും ഓരോ യുദ്ധത്തിലും അവ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെന്നും അയാൾ പറയുന്നു.
കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ താൻ 3 എണ്ണത്തെ നശിപ്പിച്ചെന്നും ഇനി ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ എന്നും ബെക്ക് പറയുന്നു. ഫയർ എലമെൻ്റൽ ആണ് കൂട്ടത്തിൽ ഏറ്റവും ശക്തൻ. അത് ബെക്കിൻ്റെ ലോകത്തെ മുഴുവനായി നശിപ്പിച്ചതാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ പ്രാഗ് എന്ന നഗരത്തിൽ അത് വരുമെന്നാണ് സാറ്റലൈറ്റ് വിവരങ്ങൾ. ഇതിനെ തടയാനായി സഹായിക്കണമെന്ന് ഫ്യൂരി പറയുന്നുണ്ടെങ്കിലും തനിക്ക് തൻ്റെ കൂട്ടുകാരോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞ് പീറ്റർ നിരസിക്കുന്നു. പിറ്റേന്ന് രാവിലെ ട്രാവൽ ഏജൻസി പ്ലാൻ മാറ്റിയെന്നും പാരീസിന് പകരം അടുത്ത 2 ദിവസം നമ്മൾ പ്രാഗിലായിരിക്കുമെന്നും മിസ്റ്റർ ഹാരിങ്ടൺ കുട്ടികളോട് പറയുന്നു. ഇതിന് പിന്നിൽ ഫ്യൂരി ആണെന്ന് പീറ്ററിന് അപ്പടിയെ മനസ്സിലായി. പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവനും ബസ്സിലേക്ക് കയറുന്നു. യാത്രക്കിടയിൽ പീറ്റർ ആ കണ്ണട വെച്ച് നോക്കുന്നു. അതിൽ എയ്ഡിത്ത് എന്നു പേരുള്ള ഒരു സിസ്റ്റം അവനെ പരിചയപ്പെടുകയാണ്. ടോണി സ്റ്റാർക്ക് ഉണ്ടാക്കിയ ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഡിഫൻസ് സിസ്റ്റമാണ് എയ്ഡിത്ത്. സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിൻ്റെ ആഗോള സെക്യൂരിറ്റി നെറ്റ്വർക്കിലേക്കും സാറ്റലൈറ്റുകളിലേക്കും ലോകത്തെ എല്ലാ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളിലേക്കും ഈഡിത്തിന് ആക്സസ് ഉണ്ട്. യാത്രാമധ്യേ ബസ് നിർത്തുമ്പോൾ ഫ്യൂരിയുടെ കൂടെയുള്ള ഒരു വനിതാ ഏജന്റ് പീറ്ററിന് ഒരു പുതിയ യൂണിഫോം നൽകുന്നു. യൂറോപ്പിൽ സ്പൈഡർമാൻ ആണെന്ന് ആരും തിരിച്ചറിയാതിരിക്കാനാണത്. അന്ന് രാത്രി പീറ്റർ ആ ടീമുമായി മീറ്റിംഗ് നടത്തുകയും എലമെൻ്റൽ വരുമ്പോൾ ഒരു പള്ളിയുടെ ടവറിൽ കാത്തിരുന്ന് മിസ്റ്റീരിയോയ്ക്ക് സിഗ്നൽ നൽകാമെന്ന് ഏൽക്കുകയും ചെയ്യുന്നു. തൻ്റെ കൂട്ടുകാർ ഈ പ്രശ്നത്തിൽ പെട്ടുപോകുമോ എന്നാണ് അവൻ്റെ പ്രധാന പേടി. കാരണം അവൻ ഈ ട്രിപ്പിൽ ഇല്ലായിരുന്നെങ്കിൽ അവരിപ്പോൾ പാരീസിൽ സേഫായിരുന്നേനെ. പീറ്റർ ചെയ്യേണ്ടത് തൻ്റെ കൂട്ടുകാരെ കുറച്ച് മണിക്കൂർ റൂമിനുള്ളിൽ തന്നെ നിർത്തുക എന്നത് മാത്രമാണെന്ന് ബെക്ക് അവന് ഉറപ്പ് നൽകുന്നു. യുദ്ധം നടക്കുന്ന സമയത്ത് ആരും പുറത്തിറങ്ങാതിരിക്കാൻ ഈഡിത്ത് ഉപയോഗിച്ച് പീറ്റർ എല്ലാവർക്കും ഒരു ഓപ്പറ കൺസേർട്ടിനുള്ള ടിക്കറ്റ് അറേഞ്ച് ചെയ്യുകയാണ്. പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് MJ പീറ്ററിനെ തൻ്റെ അടുത്ത് വന്നിരിക്കാൻ വിളിക്കുന്നു. അവന് പക്ഷേ അവിടെ ഇരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഫ്യൂരി കമ്മ്യൂണിക്കേറ്ററിലൂടെ അവനോട് പോകാൻ പറയുന്നു. പീറ്റർ അങ്ങനെ രഹസ്യമായി പുറത്തു പോകുന്നത് കണ്ട് MJ അവനെ പിന്തുടരുകയാണ്. ബെറ്റിയും MJയെ പിന്തുടരുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കാൻ നെഡും അവിടെ പിന്നാലെ പോകുന്നു. ഇതിനെല്ലാം പുറമെ നഗരത്തിൽ വലിയൊരു സ്ട്രീറ്റ് പാർട്ടി നടക്കുന്നതുകൊണ്ട് എങ്ങും ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. വൈകാതെ തന്നെ ഫയർ എലമെൻ്റൽ അവിടെ നിന്ന് പ്രാഗ് നഗരം തകർക്കാൻ തുടങ്ങുന്നു. ബെറ്റിയും നെഡും ഒരു വലിയ ഫെറിസ് വീലിന് മുകളിൽ കുടുങ്ങുന്നു. സ്പൈഡർമാനും മിസ്റ്റീരിയോയും ചേർന്ന് അതിനെ ആക്രമിക്കുന്നുണ്ടെങ്കിലും അതെന്ത് സാധനവും വലിച്ചെടുത്ത് വലുതാകുന്നതുകൊണ്ട് ഒരാക്രമണം കൊണ്ടും അതിനെ വീഴ്ത്താൻ കഴിയുന്നില്ല. ആ രാക്ഷസൻ ഫെറിസ് വീലിൻ്റെ അടിഭാഗം തകർക്കുകയും അത് താഴേക്ക് വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നതോടെ പീറ്റർ കൂട്ടുകാരെ രക്ഷിക്കാൻ ഓടുമ്പോൾ തൻ്റെ കയ്യിൽ വേറൊരു പ്ലാൻ ഉണ്ടെന്ന് ബെക്ക് പറയുന്നു. ബെക്ക് തൻ്റെ മുഴുവൻ എനർജി ഉപയോഗിച്ചിട്ട് എലമെൻ്റലിൻ്റെ ശരീരത്തിലേക്ക് നേരിട്ടിടിച്ച് കയറുകയാണ്. ആ എലമെൻ്റലിനെ നശിപ്പിക്കാൻ വേണ്ടി അയാൾ സ്വന്തം ജീവൻ ബലി കഴിച്ചതുപോലെ തോന്നി. പക്ഷേ ആ വലിയ പൊട്ടിത്തെറിയിൽ നിന്നും അയാൾ ജീവനോട് തിരിച്ചു വരുന്നു. ഫ്യൂരി അപ്പോൾ തന്നെ ബെക്കിനെ യൂറോപ്പോളിൻ്റെ ബെർലിൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ക്ഷണിക്കുന്നു. അന്ന് രാത്രി ഈ വിജയം ആഘോഷിക്കാൻ ബെക്ക് പീറ്ററിനെ ഡിന്നറിന് കൊണ്ടുപോകുന്നു. ടോണി സ്റ്റാർക്കിൻ്റെ പകരക്കാരനാകണം എന്ന ചിന്ത പീറ്ററിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. സംസാരത്തിനിടയിൽ പീറ്റർ ഒരു തീരുമാനമെടുക്കുന്നു. അവൻ ഈഡിത്ത് ഗ്ലാസുകൾ ബെക്കിന് കൈമാറുകയാണ്. അനുഭവ സമ്പത്തുള്ള ഒരു ഹീറോ എന്ന നിലയിൽ ബെക്ക് അത് കൂടുതൽ നന്നായി ഉപയോഗിക്കുമെന്ന് അവൻ വിശ്വസിച്ചു. ആ വലിയ ഭാരം ഒഴിഞ്ഞ സന്തോഷത്തിൽ പീറ്റർ MJയെ കാണാൻ പോകുന്നു. പീറ്റർ റൂമിൽ നിന്ന് പുറത്തുപോയ ഉടനെ ബെക്ക് അവിടെ രഹസ്യമായി വെച്ചിരുന്ന ഒരു ഹോളോഗ്രാഫിക് സിസ്റ്റം ഓഫ് ചെയ്യുകയും ആഘോഷിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതായത് തുടക്കം മുതലേ ഇതെല്ലാം ഒരു വലിയ കള്ളമായിരുന്നു. ബെക്കും അയാളുടെ കൂടെയുള്ളവരും ടോണി സ്റ്റാർക്കിന് മുൻ ജോലിക്കാരാണ്. പല കാരണങ്ങൾ പറഞ്ഞ് ടോണി അവരെ പുറത്താക്കിയതാണ്. എല്ലാവർക്കും ടോണിയോട് വലിയ ദേഷ്യമായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ എലമെൻ്റൽ ആക്രമണങ്ങൾ ഉണ്ടാക്കിയത്. അവയൊന്നും സത്യമായിരുന്നില്ല. ബെക്കിന് ശരിക്കും സൂപ്പർ പവറുകളൊന്നുമില്ല. ഡ്രോണുകളും അഡ്വാൻസ് ടെക്നോളജിയും വെച്ചുണ്ടാക്കുന്ന കുറ്റമറ്റ ഹോളോഗ്രാമുകൾ മാത്രമായിരുന്നു അയാൾ ചെയ്തതെന്നതല്ല. വലിയ ഇല്യൂഷനുകൾ വെച്ച് അയാൾ ലോകത്തെ മുഴുവൻ പറ്റിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഈഡിത്ത് കൂടെ കിട്ടിയതോടെ ആളുടെ ശക്തികൾക്ക് പരിധി ഇല്ലാതായിരിക്കുകയാണ്. ഇതേസമയം ഹോട്ടലിലേക്ക് എത്തിയ പീറ്റർ തങ്ങളുടെ ട്രിപ്പ് പാതി വഴിയിൽ നിർത്തുകയാണെന്ന് നെഡിൽ നിന്ന് അറിയുന്നു. 2 ആക്രമണങ്ങൾ നടന്നുകൊണ്ട് കുട്ടികളെ ഉടൻ നാട്ടിലേക്ക് എത്തിക്കാൻ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. യൂറോപ്പിലെ തൻ്റെ അവസാനത്തെ രാത്രി ആയതുകൊണ്ട് പീറ്റർ MJയെ കൂട്ടി പുറത്തുനിന്ന് നടക്കാനിറങ്ങുന്നു. നടക്കുമ്പോൾ അവൾ പീറ്ററിനെ ശരിക്കും ഞെട്ടിച്ചു. അവൾ കുറച്ചു നാളായി പീറ്ററിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെന്നും അവൻ തന്നെയാണ് സ്പൈഡർമാൻ എന്ന് അവൾക്കറിയാമെന്നും അവൾ പറയുന്നു. ശേഷം മുന്നേ പോരാട്ടം നടന്ന സ്ഥലത്ത് നിന്ന് തനിക്ക് കിട്ടിയ ഒരു വിചിത്രമായ ഡിവൈസ് അവൾ അവനെ കാണിക്കുന്നു. പീറ്റർ അതെടുത്ത് അതിൽ ഇമേജ് പ്രൊജക്ടർ ഓൺ ചെയ്തപ്പോഴാണ് അവനെല്ലാം മനസ്സിലായത്. എലമെൻ്റലുകൾ വ്യാജമായിരുന്നു. ബെക്കാണ് അതെല്ലാം ഉണ്ടാക്കിയത്. എല്ലാ ആക്രമണങ്ങളും ഒരു നാടകമായിരുന്നു. ടോണി സ്റ്റാർക്കിൻ്റെ ഏറ്റവും ശക്തമായ ആയുധം താൻ സ്വന്തം കൈകൊണ്ട് ആ വില്ലനെ കൊടുത്തിരിക്കുകയാണെന്ന സത്യം പീറ്റർ തിരിച്ചറിയുന്നു. എന്തായാലും താൻ സ്പൈഡർമാനാണെന്ന സത്യം അവൻ MJയോട് സമ്മതിക്കുന്നു. അതേസമയം ബെക്ക് തൻ്റെ താവളത്തിൽ അടുത്ത പ്ലാൻ തയ്യാറാക്കുകയാണ്. ഇതിലും വലിയൊരു ദുരിതം സൃഷ്ടിക്കാനാണ് അയാളുടെ ലക്ഷ്യം. കാരണം ദുരന്തം എത്രത്തോളം വലുതാണോ അത് തടയുമ്പോൾ അയാൾ അത്രത്തോളം വലിയ ഹീറോയി വാഴ്ത്തപ്പെടും. അപ്പോഴാണ് വില്യം എന്നു പേരുള്ള അയാളുടെ ടീമിലെ ഒരാൾ വന്നിട്ട് പ്രാഗിലെ യുദ്ധത്തിനിടയിൽ ഒരു ഡ്രോണിൽ നിന്നും ഒരു പ്രൊജക്ടർ നഷ്ടപ്പെട്ട കാര്യം പറയുന്നത്. ബെക്ക് അതിലെ വീഡിയോ പരിശോധിച്ചപ്പോൾ MJ ആണ് അതെടുത്തതെന്ന് മനസ്സിലാകുന്നു. പീറ്ററിന് സത്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് തിരിച്ചറിഞ്ഞ ബെക്ക്
തൻ്റെ കള്ളി വെളിച്ചത്താകുന്നതിന് മുൻപ് പീറ്ററിനെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്നു. താൻ ബെർലിനിൽ പോയി ഫ്യൂരിയോട് നേരിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പീറ്റർ പ്ലാൻ ചെയ്യുകയാണ്. എന്നാൽ ബെക്ക് തൻ്റെ ഫോൺ ടാപ്പ് ചെയ്തിട്ടുണ്ടാകുമെന്ന് അവൻ സംശയമുണ്ടായിരുന്നു. പീറ്റർ നെഡിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് താൻ ബെർലിനിലുള്ള ബന്ധുക്കളെ കാണാൻ പോവുകയാണെന്ന് മിസ്റ്റർ ഹാരിങ്ടണിനോട് പറഞ്ഞിട്ട് ഓൺ മേരി വിളിച്ചത് അറിയിപ്പിക്കാൻ പറയുന്നു. പിറ്റേന്ന് രാവിലെ പീറ്റർ ജർമ്മനിയിലേക്ക് എത്തുകയാണ്. ഫ്യൂരിയുടെ ഓഫീസെന്ന് കരുതി അവൻ ചെന്നെത്തുന്നത് ഒരു വലിയ കെണിയിലായിരുന്നു. താൻ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം അവൻ അവിടെ വിശദീകരിച്ചു. പക്ഷേ അപ്പോഴാണ് അതൊരു കെണിയാണെന്ന് അവന് മനസ്സിലായത്. ആ സ്ഥലം മുഴുവൻ ബെക്കുണ്ടാക്കിയ മറ്റു ഇല്ലീഷ്യനായിരുന്നു. ബെക്ക് അവിടെ പ്രത്യക്ഷപ്പെടുകയും സ്പൈഡർമാൻ തൻ്റെ സുഹൃത്താണെന്നാണ് താൻ കരുതിയെന്ന് പറഞ്ഞ് നിരാശ അഭിനയിക്കുകയും ചെയ്യുന്നു. പീറ്റർ തിരിച്ചടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആ ഹോളോഗ്രാമുകൾ അവനെ ആകെ കൺഫ്യൂഷനിലാക്കുന്നു. അവൻ നന്നായി അടികിട്ടുകയും ആ കെട്ടിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. വീഴ്ചയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടെങ്കിലും ബെക്കിൻ്റെ ഡ്രോണുകൾ പിന്തുടർന്ന് ആക്രമിക്കുന്നു. പീറ്ററിൻ്റെ ഏറ്റവും വലിയ പേടികളും വേദനിപ്പിക്കുന്ന ഓർമ്മകളും ഉപയോഗിച്ചാണ് ബെക്ക് ഇല്ലീഷനുകൾ ഉണ്ടാക്കുന്നത്. ഏതാണ് സത്യം, ഏതാണ് ഹോളോഗ്രാം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പീറ്ററിന് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. വരുന്ന ആക്രമണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മാത്രമേ അവന് കഴിയുന്നുള്ളൂ. പെട്ടെന്ന് ഫ്യൂരി വന്ന് ബെക്കിനെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ദുരന്തമോടെ അവസാനിച്ചെന്ന് പീറ്റർ കരുതുന്നു. വേറെ ആർക്കൊക്കെ ഈ സത്യം അറിയാമെന്ന് ഫ്യൂരി ചോദിക്കുന്നു. പീറ്റർ അതിന് മറുപടി പറഞ്ഞ നിമിഷം ബെക്ക് അവിടെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. താൻ വീണ്ടും പറ്റിക്കപ്പെട്ടുവെന്ന് പീറ്ററിന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. തനിക്ക് വേണ്ട വിവരങ്ങളെല്ലാം കിട്ടിയ ബെക്ക് പീറ്ററിൻ്റെ കഥ അവിടെ തീർക്കാൻ വേണ്ടി അവനെ വരുന്നൊരു ട്രെയിനിന് മുന്നിലേക്ക് ഇടിച്ചു തെറിപ്പിക്കുകയാണ്. പീറ്റർ മരിച്ചില്ലെങ്കിലും അവന് ബോധം നഷ്ടപ്പെടുന്നു. ഉണരുമ്പോൾ നെതർലൻഡ്സിലെ ഒരു ഡിറ്റൻഷൻ സെൻറ്ററിലായിരുന്നു. അവിടെ നിന്ന് പൂട്ട് തകർത്ത് പുറത്തു കടന്ന് അവൻ അടുത്തുള്ള ഒരാളുടെ ഫോൺ വാങ്ങി ഹാപ്പി ഹോഗനെ വിളിക്കുന്നു. ഹാപ്പി അവൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ഒരു ജെറ്റുമായി അവിടേക്ക് എത്തുകയാണ്. ജെറ്റിൽ കയറുമ്പോൾ പീറ്റർ ആകെ തകർന്നിരുന്നു. തൻ്റെ കൂട്ടുകാർ അപകടത്തിലാണെന്നും നടന്ന എല്ലാത്തിനും കാരണം താനാണെന്നും അവൻ സ്വയം കുറ്റപ്പെടുത്തുന്നു. ഹാപ്പി അവനെ സമാധാനിപ്പിക്കുകയും നമ്മളിത് ഒരുമിച്ച് ശരിയാക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ എല്ലാവരും ഇപ്പോൾ ലണ്ടനിലുണ്ടെന്ന് പീറ്റർ മനസ്സിലാക്കുകയാണ്. അങ്ങോട്ടേക്ക് പോകാൻ ഹാപ്പിയോട് പറയുന്നതിനൊപ്പം ജെറ്റിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് പീറ്റർ പുതിയൊരു സൂട്ട് ഉണ്ടാക്കിയെടുക്കുന്നു. ഇതേ സമയം ലണ്ടനിൽ നിന്ന് വലിയൊരു ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് വരുന്ന കണ്ട മരിയ ഹിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ബെക്കിനോട് പറയുകയാണ്. ഈടിത്തപ്പോൾ ബെക്കിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അനേകം ഡ്രോണുകളെ ഉപയോഗിച്ച് അയാൾ ലണ്ടനിൽ വലിയൊരു കൊടുങ്കാറ്റുണ്ടാക്കുന്നു. ഈ പ്രശ്നങ്ങൾക്കിടയിൽ വെച്ച് പീറ്ററിൻ്റെ കൂട്ടുകാരെ കൊല്ലാനും അയാൾ പ്ലാൻ ചെയ്തിരുന്നു. മിന്നലടിച്ച് ബസ് തകരുന്നതിന് തൊട്ടു മുമ്പ് മിസ്റ്റർ ഹാരിങ്ടൺ കുട്ടികളെ പുറത്തിറക്കുന്നു. എന്നാൽ മഞ്ഞുകൊണ്ടുള്ള വലിയൊരു രാക്ഷസൻ പാലത്തിൽ പ്രത്യക്ഷപ്പെടുകയും ക്യാമറകൾക്ക് മുന്നിൽ ആളാകാൻ വേണ്ടി മിസ്റ്റീരിയുടെ ഹോളോഗ്രാം അവനെ നേരിടാൻ വരികയും ചെയ്യുന്നു. താഴെയുള്ള ക്യാമറകളിൽ പെടാതിരിക്കാൻ പീറ്റർ ഹാപ്പിയുടെ ജെറ്റിൽ നിന്ന് നേരെ ആ രാക്ഷസന് മുകളിലേക്ക് ചാടുന്നു. എന്നാൽ താൻ വീണ്ടും പറ്റിക്കപ്പെട്ടു എന്ന് അവൻ മനസ്സിലാക്കുകയാണ്. പീറ്റർ ആ രാക്ഷസന് നേരെ വരുന്ന കണ്ട ഫ്യൂരി മാറി നിൽക്കുകയും ആ പയ്യനത് ശരിയാക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പീറ്റർ രാക്ഷസൻ്റെ ഉള്ളിലേക്ക് കിടന്നപ്പോൾ ഇല്യൂഷൻ ഉണ്ടാക്കുന്ന വലിയൊരു ഡ്രോൺ നെറ്റ്വർക്ക് അവൻ കാണുന്നു. അവൻ തൻ്റെ വല ഉപയോഗിച്ച് അവയെല്ലാം ബന്ധിപ്പിക്കുകയും ഷോക്ക് അടുപ്പിച്ച് പ്രൊജക്ടറുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതോടെ ആ രാക്ഷസൻ അപ്രത്യക്ഷമാവുകയാണ്. പീറ്റർ നേരെ ബെക്കിനെ പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ ഡ്രോൺ അവനെ വെടിവെച്ചിടുകയും സ്പൈഡർമാൻ തീർക്കാൻ ഈഡിത്തിനോട് എല്ലാ ഡ്രോണുകളെയും അയക്കാൻ ബെക്ക് ഉത്തരവിടുകയും ചെയ്യുന്നു. ഹാപ്പിയാകട്ടെ ജെറ്റ് ലണ്ടനിലിറക്കി നെഡിനെയും എംജിയെയും കണ്ടുപിടിക്കാൻ പോകുന്നു. അവരെ കണ്ടുപിടിച്ചെങ്കിലും ജെറ്റിൻ്റെ പൊട്ടിത്തെറിയിൽ തകർന്നുകൊണ്ട് ഹാപ്പിക്ക് വേറെ വഴി നോക്കേണ്ടി വന്നു. അങ്ങനെ ബെക്ക് എല്ലാവർക്കും നേരെ ഡ്രോണുകൾ അയച്ചതോടെ ക്യാമറകളുടെ ഡ്രോൺ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഒരു ഷീൽഡ് താഴെയിടുകയും എംജെ ഒരു പഴയ ആയുധം വെച്ച് അതിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. അവരോടിച്ചെന്ന് ഒരു മ്യൂസിയം വോൾട്ടിനുള്ളിൽ കയറുകയാണ്. അതിൻ്റെ ചുമരുകൾക്ക് ഡ്രോൺ ആക്രമണം താങ്ങാനുള്ള ശക്തി ഉണ്ടായിരുന്നു. ബെക്ക് വിടുന്നില്ല. സ്പൈഡർമാനെ തിരിയുന്നതിനൊപ്പം ആ വോൾട്ടിൻ്റെ വാതിൽ തകർക്കാനും ആളൊരു ഡ്രോണിനെ വിടുന്നു. ഒരൊറ്റ ഡ്രോണിൻ്റെ ആക്രമണം പോലും ഏൽക്കാതെ പീറ്റർ അതിസാഹസികമായി ഒഴിഞ്ഞു മാറുന്നു. അവൻ പാലത്തിലെത്തിയപ്പോൾ വലിയൊരു സൗണ്ട് ബ്ലാസ്റ്റ് വന്ന് അവനെയും കുറച്ച് വാഹനങ്ങളെയും താഴെയുള്ള വെള്ളത്തിലേക്ക് തെറിപ്പിക്കുകയാണ്. വെള്ളത്തിൽ നിന്ന് കയറി ആ ഷീൽഡ് ഉപയോഗിച്ച് വെടിയുണ്ടകളിൽ നിന്ന് രക്ഷപ്പെട്ടവൻ ഡ്രോണുകൾക്ക് നേരെ ബോംബെറിയുന്നു. ബെക്കിനെ നേരിട്ട് പിടിക്കുക എന്നാണ് അവൻ്റെ ലക്ഷ്യം. അയാൾ വിചാരിച്ചാൽ മാത്രമേ ഈ ആക്രമണങ്ങൾ നിർത്താൻ കഴിയൂ. സ്പൈഡർമാൻ ബെക്കിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അയാൾ എഡിത്തിനോട് ആക്രമിക്കാൻ പറയുന്നു. ഗ്ലാസ് തിരികെ വാങ്ങാൻ പീറ്ററിന് ബെക്കുമായി നേരിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു. പീറ്റർ വീണ്ടും ഒരു ഇല്ലീഷനിൽ പെട്ടുപോവുകയാണ്. പക്ഷേ ഇത്തവണ തൻ്റെ സ്പൈഡർ സെൻസസ് ഉപയോഗിച്ച് അവൻ ഡ്രോണുകൾക്കിടയിലൂടെ ഒരടി പോലും കൊള്ളാതെ മുന്നോട്ട് പോകുന്നു. അവൻ കുറേ ഡ്രോണുകളെ തകർത്ത് ആ ഹോളോഗ്രാം ബ്രേക്ക് ചെയ്യുകയാണ്. അതിനിടയിൽ ബെക്കിൻ്റെ ഒരു ഡ്രോണിൻ്റെ വെടി ബെക്കിന് തന്നെ അബദ്ധത്തിൽ കൊള്ളുന്നു. മരിക്കാൻ പോകുന്ന അവസ്ഥയിൽ താൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ബെക്ക് ഈഡിത് ഗ്ലാസ് പീറ്ററിന് തിരികെ നൽകുന്നു. പക്ഷേ പീറ്റർ അത് വിശ്വസിച്ചില്ല. ബെക്കിൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്നവൻ ഇതയാളുടെ അവസാനത്തെ കള്ളത്തരമാണെന്ന് മനസ്സിലാക്കി. ബെക്കിന് കാര്യമായി പരിക്ക് പറ്റിയിരുന്നു. പീറ്റർ ഈഡിത് ഗ്ലാസ് എടുത്തോടെ അയാൾക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നായി. ബാക്കിയുള്ള എല്ലാ ഡ്രോണുകളെയും സ്പേസിലേക്ക് അയക്കാൻ പീറ്റർ എഡിത്തിനോട് പറയുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ ബെക്ക് ആ വെടിയേറ്റത് മൂലം മരിക്കുന്നു. ഡ്രോണുകൾ പോയതോടെ ഹാപ്പി വോൾട്ടിൻ്റെ വാതിൽ തുറക്കുകയാണ്. എംജിയെ തെരുവിലൂടെ ഓടി വന്ന് സ്പൈഡർമാനെ കണ്ടുപിടിച്ച് അവനെ കെട്ടിപ്പിടിക്കുന്നു. എല്ലാവരും സേഫാണെന്ന് അറിഞ്ഞപ്പോൾ പീറ്ററിന് വലിയ ആശ്വാസമായി. ഹാപ്പി തനിക്ക് ആ ഒരു നെക്ലസ് തന്ന കാര്യം എംജെ പറയുന്നു.
എന്നാൽ അത് സ്വയം തനിക്ക് തന്നെ നേരിട്ട് തരാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് പീറ്ററിനൊപ്പം സങ്കടം വരുന്നുണ്ട്. അവൾ ചിരിച്ചുകൊണ്ട് അവനെ ചുംബിക്കുകയും അവൻ സ്പൈഡർമാനാണെന്ന് സംശയിക്കുന്നതിനും വളരെ മുമ്പ് തന്നെ അവൾ അവനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നെന്ന് പറയുകയും ചെയ്യുന്നു. പിറ്റേന്ന് പീറ്റർ MJയും ഒഫീഷ്യലായി ഡേറ്റിംഗ് തുടങ്ങുകയും കൈകൾ കോർത്തു പിടിച്ച് നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. പീറ്റർ സുരക്ഷിതമായി തിരിച്ചെത്തിയതിൽ സന്തോഷിച്ച് ഓൺ മെയ് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടേക്ക് എത്തുമ്പോഴാണ് ഈ മെയ്യും ഹാപ്പിയും ഡേറ്റിങ്ങിലാണെന്ന കാര്യം പീറ്റർ അറിയുന്നത്. അങ്ങനെ അവൻ വീണ്ടും തൻ്റെ സൂയിട്ടിട്ട് നഗരത്തിലൂടെ MJയെ കാണാൻ പോകുന്നു. ആ യൂറോപ്പ് ട്രിപ്പ് തുടങ്ങിയ സമയത്ത് അവൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ മനോഹരമായാണ് കാര്യങ്ങൾ അവസാനിച്ചത്. അവൻ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഒപ്പം താൻ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടുനടന്ന പെൺകുട്ടി ഇപ്പോൾ അവൻ്റെ കൂടെയും ഉണ്ട്. എന്നാൽ വലിയൊരു ബോംബ് കിട്ടുന്നുണ്ട്. ഡെയിലി ബുകളിലെ ജോന ജെയിംസൺ ലോകത്തെ നടുക്കുന്നൊരു വലിയ വാർത്ത പുറത്തുവിടുന്നു. സ്പൈഡർമാൻ ആരാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അത് പീറ്റർ പാർക്കറാണ്. ഈ വാർത്ത കേട്ട് ആളുകൾക്കിടയിൽ പെട്ടുപോയ പീറ്ററും MJയും എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുവാണ്. ലണ്ടനിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് മിസ്റ്റീരിയോ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോയിൽ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയത്. സ്പൈഡർമാൻ തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നും ആ മാസ്കിന് മുന്നിൽ പീറ്റർ പാർക്കറാണെന്നും ആ വീഡിയോയിൽ ബെക്ക് പറയുന്നുണ്ട്. ഈ ഒരു ഷോക്കിംഗ് മൊമെൻറ്റിലാണ് ഫാർ ഫ്രം ഹോം അവസാനിക്കുന്നതും സ്പൈഡർമാൻ ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ പാർട്ടായ നോ വേ ഹോം തുടങ്ങുന്നതും. അങ്ങനെ സ്പൈഡർമാൻ പീറ്റർ പാർക്കറാണെന്ന് അറിഞ്ഞതോടെ അവനാണ് മിസ്റ്റീരിയോ കൊന്ന കൊലയാളിയെന്ന് വിശ്വസിച്ച് ജനങ്ങൾ അവനെതിരെ തിരിഞ്ഞു. ആൾക്കൂട്ടത്തിൽ നിന്ന് MJയും കൂട്ടി പീറ്റർ നേരെ ഓൺ മെയ്ഡ് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നു. അവരോടെ എത്തുമ്പോൾ ഹാപ്പി മെയ്യും തമ്മിൽ വലിയൊരു വഴക്ക് നടക്കുകയാണ്. പീറ്ററിന് കാര്യങ്ങളൊന്നും നിയന്ത്രിക്കുന്നതിന് മുൻപേ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡാമേജ് കൺട്രോളിലെ ഉദ്യോഗസ്ഥർ അവിടെ വരികയും അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അന്ന് രാത്രി തന്നെ MJയെയും നെഡിനെയും ഓൺ മെയ്യെയും അവർ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നു. പിറ്റേന്ന് പീറ്റർ പാർക്കിൻ്റെ വക്കീലായ മാറ്റ് മാൾഡോക്ക് AKA ഡെയർഡെവിൾ ഒരു സന്തോഷ വാർത്തയുമായി എത്തുകയാണ്. പീറ്ററിനെതിരെ മതിയായ തെളിവുകളില്ലാത്തത് കൊണ്ട് ഡാമേജ് കൺട്രോളിന് അവനെ അറസ്റ്റ് ചെയ്ത് വെക്കാൻ കഴിയില്ല. പക്ഷേ ജനങ്ങളിപ്പോഴും സ്പൈഡർമാനെ ഒരു ക്രിമിനലായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തൽക്കാലം എല്ലാവരും കൂടെ ഹാപ്പിയുടെ വീട്ടിൽ നിൽക്കാൻ തീരുമാനിക്കുന്നു. പീറ്റർ MJയ്ക്കും നെഡിനും ഒപ്പം തിരിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ മുഴുവനും പത്രക്കാരായിരുന്നു. സ്കൂളിൻ്റെ ടെറസിൽ വെച്ച് അവർ മൂവരും സ്കൂൾ കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. MJയ്ക്കും നെഡിനും MITയിൽ എന്തോ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ചേർന്ന് പഠിക്കാനായിരുന്നു ആഗ്രഹം. എന്നാൽ അധികം വൈകാതെ തന്നെ അവർക്ക് റിജക്ഷൻ ലെറ്റർ വരികയാണ്. അവർക്കാർക്കും അഡ്മിഷൻ കിട്ടിയില്ല. പീറ്ററുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവൻ്റെ കൂട്ടുകാരെയും ബാധിച്ചു എന്ന സത്യം പീറ്ററിനെ വല്ലാതെ സങ്കടപ്പെടുത്തി. ഇതൊക്കെ എങ്ങനെ ശരിയാക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പീറ്റർ അവിടെ ഇരുന്ന ഒരു മാന്ത്രികൻ്റെ കളിപ്പാട്ടം കാണുന്നത്. അപ്പോഴാണ് തൻ്റെ പക്കലുള്ള ആ മാന്ത്രികനെ ഓർമ്മ വന്നത്, ഡോക്ടർ സ്ട്രേഞ്ച്. അവൻ നേരെ സ്ട്രേഞ്ചിൻ്റെ അടുത്തേക്ക് പോയി. സ്പൈഡർമാൻ ആരാണെന്ന സത്യം എല്ലാവരിൽ നിന്നും മറന്നു പോകാൻ എന്തെങ്കിലും മാന്ത്രിക വിദ്യ ചെയ്യാൻ കഴിയുമോ എന്ന് അവൻ ചോദിക്കുന്നു. ഈ പ്രശ്നം കാരണം തനിക്ക് വേണ്ടപ്പെട്ടവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവൻ പറയുകയാണ്. പഴയ കാര്യങ്ങൾ ആരും അറിയാതിരുന്ന കാലത്തേക്ക് തിരിച്ചു പോകാനാണ് പീറ്റർ ആഗ്രഹിക്കുന്നത്. സ്ട്രേഞ്ചിൻ്റെ കയ്യിൽ ടൈം സ്റ്റോൺ ഇല്ലാത്തതുകൊണ്ട് സമയം പിന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ ഇതിനൊരു പരിഹാരം പുള്ളിക്കറിയാം. സ്പൈഡർമാൻ്റെ ഐഡൻറ്റിറ്റി ലോകത്തുള്ള എല്ലാവരുടെയും ഓർമ്മയിൽ നിന്ന് പൂർണ്ണമായും മായ്ച്ചു കളയാൻ ഒരു സ്പെല്ലുണ്ടെന്ന് വോങ് പറയുന്നു. പക്ഷേ അതിനർത്ഥം മെയ്, MJ, നെഡ് തുടങ്ങി എല്ലാവരും പീറ്ററാണ് സ്പൈഡർമാൻ എന്നത് മറക്കും എന്നാണ്. അങ്ങനെ പീറ്റർ മനസ്സോടെ അതിന് സമ്മതിക്കുന്നു. സ്ട്രെയിഞ്ച് ആ സ്പെൽ ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ സ്പെൽ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ചിലർക്കെങ്കിലും തന്നെ ഓർമ്മ വേണമെന്ന് പറഞ്ഞ് പീറ്റർ ഇടയ്ക്കിടയ്ക്ക് കയറി ഓരോ മാറ്റങ്ങൾ വരുത്താൻ പറയുന്നത്. പീറ്റർ പറയുന്ന ഓരോ മാറ്റവും ആ സ്പെല്ലിൻ്റെ താളം തെറ്റിക്കുകയും മറ്റ് യൂണിവേഴ്സുകളിലേക്കുള്ള പോർട്ടലുകൾ തുറക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് മനസ്സിലാക്കിയ സ്ട്രേഞ്ച് ഉടൻ തന്നെ അത് നിർത്തുന്നു. പീറ്റർ കാരണം വലിയൊരു പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നും സ്ട്രേഞ്ച് ദേഷ്യത്തോടെ പറയുന്നു. എന്തായാലും പിന്നീട് MITയുടെ വൈസ് ചാൻസലറെ എയർപോർട്ടിൽ വെച്ച് കണ്ട് തൻ്റെ പേരിലുള്ള പ്രശ്നം കാരണം നെഡിൻ്റെയും MJയുടെ അഡ്മിഷൻ കളയരുതെന്ന് പറയാൻ പീറ്റർ പോകുന്നു. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഡോക്ടർ ഓട്ടോ ഒക്ടേവിയസ് അവിടേക്ക് വരുന്നത്. ഇത് മറ്റൊരു ലോകത്തു നിന്നുള്ള വില്ലനാണ്, വേറൊരു സ്പൈഡർമാൻ്റെ ശത്രു, നമ്മുടെ ടോബി മാഗുവയറിൻ്റെ സ്പൈഡർമാൻ്റെ ശത്രു. അയാൾ നമ്മുടെ ഈ പീറ്റർ പാർക്കർ സ്പൈഡർമാൻ സൂട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് ആ പീറ്ററാണെന്ന് കരുതി ആക്രമിക്കുന്നു. ഫൈറ്റിനിടയിൽ ഒക്ടേവിയസിൻ്റെ മെക്കാനിക്കൽ കൈകൾ പീറ്ററിൻ്റെ സൂട്ടിലെ നാനോ ടെക്നോളജി വലിച്ചെടുക്കുകയും അത് അയാളെ കൂടുതൽ ശക്തനാക്കുകയും ചെയ്യുന്നു. പക്ഷേ അയാൾക്കറിയുന്ന പീറ്റർ പാർക്കർ സംഭവങ്ങളായിരുന്നില്ല ഇത്. അതുകൊണ്ട് തന്നെ അത് അയാളെ ആകെ കൺഫ്യൂഷനിലാക്കുന്നു. നാനോ ടെക്നോളജി തിരികെ പീറ്ററിൻ്റെ ശരീരത്തിലേക്ക് വരികയും പീറ്ററിന് ഒക്ടേവിയസിൻ്റെ ടെൻറ്റക്കിളുകൾ കുറച്ചു നേരത്തേക്ക് സ്വന്തമായി കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അതോടെ ആ ഫൈറ്റ് താൽക്കാലികമായി അവസാനിക്കുകയാണ്. പീറ്റർ വൈസ് ചാൻസലറെ സുരക്ഷിതമായി മാറ്റുകയും ഇങ്ങനെ സഹായം ചെയ്തതോടെ അവർ MJയ്ക്കും നെഡിനും അഡ്മിഷൻ നൽകുന്ന കാര്യം ഒന്നുകൂടി ആലോചിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് അവിടെ ഗ്രീൻ ഗോബ്ലിൻ വരുന്നത്. അതും ഈ ഡോക് ഓക്കിൻ്റെ അതേ ലോകത്തുള്ള വില്ലനാണ്. അയാൾ ആക്രമിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് പീറ്ററിനെ മറ്റൊരു ഡൈമെൻഷനിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് പീറ്റർ മറ്റൊരു സ്പൈഡർമാൻ്റെ വില്ലനായ ലിസാർഡിനെയും കാണുന്നുണ്ട്. സ്ട്രേഞ്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. പീറ്റർ സ്പെല്ലിൽ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് മൾട്ടിവേഴ്സ് തുറന്നുപോയി. പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നറിയാവുന്ന മറ്റു ലോകങ്ങളിലെ ആളുകളെല്ലാം ഇപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തടഞ്ഞില്ലെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടാകും.
വന്ന വില്ലന്മാരെ എല്ലാം പിടിച്ച് അവരവരുടെ ലോകത്തേക്ക് തന്നെ തിരിച്ചയക്കുക മാത്രമാണ് ഇതിനൊരു പ്രതിവിധി. ഈ കാര്യത്തിൽ സഹായിക്കാൻ സ്ട്രേഞ്ച് എംജിയോടും നെഡിനോടും ആവശ്യപ്പെടുന്നു. അങ്ങനെ വേറൊരു സ്പൈഡർമാൻ, നമ്മുടെ അമേസിംഗ് സ്പൈഡർമാനായ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ ശത്രുവായ ഇലക്ട്രോയെ പീറ്റർ കണ്ടുപിടിക്കുന്നു. ആളൊരു പവർ ടവറിൽ നിന്ന് എനർജി വലിച്ചെടുക്കുകയായിരുന്നു. അവർ തമ്മിൽ ഫൈറ്റ് നടക്കുമ്പോൾ സാൻഡ്മാൻ എന്ന മറ്റൊരു വില്ലൻ വന്ന് പീറ്ററിനെ സഹായിക്കുന്നു. തനിക്ക് പറ്റിയ അബദ്ധം കാരണമാണ് അവരെല്ലാം ഇവിടേക്ക് എത്തിയെന്ന് പീറ്റർ പറയുന്നു. അവരെ രണ്ടുപേരെയും സ്ട്രേഞ്ചിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ആൺമയെ വിളിച്ച് നോർമൻ ഓസ്ബോണിനെ കണ്ടുപിടിച്ചെന്ന് പറയുന്നു, അതായത് ഗ്രീൻ ഗോബ്ലിൻ. കാരണം അയാൾ നേരെ ആ വീട്ടിലേക്ക് ചെന്ന് കയറുകയായിരുന്നു. അങ്ങനെ പീറ്റർ ചെന്ന് അയാളെയും കൊണ്ടുവരുന്നു. എല്ലാ വില്ലന്മാരും എത്തിയതോടെ സ്ട്രേഞ്ച് അവർ തിരിച്ചയക്കാൻ തുടങ്ങുന്നു. പക്ഷേ അപ്പോഴാണ് സാൻഡ്മാൻ ഒരു സത്യം പറയുന്നത്. ഒക്ടേവിയസിനെയും ഓസ്ബോണിനെയും തിരിച്ചുവിട്ടാൽ അവരൊടിച്ച് മരിക്കും. കാരണം അവരവരുടെ ലോകത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ്. അതുകൊണ്ട് ഇപ്പോൾ തെളിവിടുന്നത് മരണത്തിലേക്കാണ്. ഇത് കേട്ടതോടെ പീറ്ററും തിരിയുന്നു. അവൻ സ്ട്രേഞ്ചിനെ തടയുന്നു. എന്നാൽ ഇതവരുടെ വിധിയാണെന്ന് സ്ട്രേഞ്ച് പറയുന്നുണ്ടെങ്കിലും പീറ്റർ അംഗീകരിക്കുന്നേയില്ല. അവൻ സ്ട്രേഞ്ചിൻ്റെ കയ്യിൽ നിന്ന് ആ മാന്ത്രിക ബോക്സ് തട്ടിയെടുത്ത് രക്ഷപ്പെടുകയാണ്. സ്ട്രേഞ്ച് അവനെ പിന്തുടരുകയും അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. സ്ട്രേഞ്ച് തൻ്റെ മിറർ ഡയമെൻഷൻ സ്പെല്ല് ഉപയോഗിച്ച് പീറ്ററിനെ കൊടുക്കുന്നുണ്ടെങ്കിലും പീറ്റർ തൻ്റെ ബുദ്ധിയും ജിയോമെട്രിയിലെ അറിവും ഉപയോഗിച്ച് ആ സ്പെൽ ബ്രേക്ക് ചെയ്യുന്നു. അവൻ സ്ട്രേഞ്ചിനെ അവിടെ കുടുക്കിയിട്ട് ആ ബോക്സും സ്ട്രേഞ്ചിൻ്റെ മോതിരമായി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പീറ്റർ ഈ വില്ലന്മാരെ എല്ലാം ഹാപ്പിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്നു. അവരിലെ വില്ലൻ സ്വഭാവം മാറ്റാനും അവിടെ രോഗം സുഖപ്പെടുത്താനുള്ള സെറംസ് ഉണ്ടാക്കുകയാണ് അവൻ്റെ ലക്ഷ്യം. ഈ രോഗങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ വില്ലനിസംസ്. അങ്ങനെ അവൻ ഫോർമുലകൾ തയ്യാറാക്കി മരുന്നുകൾ റെഡിയാക്കുന്നു. ആദ്യം ഒക്ടേവിയസിന് മരുന്ന് നൽകുന്നു. അത് വർക്കാവുന്നുണ്ട്. അടുത്തത് ഇലക്ട്രോയാണ്. പക്ഷെ അപ്പോഴേക്കും നോർമൻ ഓസ്ബോണിലെ ആ വില്ലൻ സ്വഭാവം പുറത്തു വരികയും അയാൾ വീണ്ടും ഗ്രീൻ ഗോബിളിനായി മാറുകയും ചെയ്യുന്നു. അയാൾ പീറ്ററിനെ എതിർക്കുകയും ഒപ്പം മറ്റു വില്ലന്മാരെ അവൻ്റെ പ്ലാനെതിരെ തിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ വലിയൊരു ഫൈറ്റ് നടക്കുന്നു. ആൺമ ഇടപെട്ട് ഗോബ്ലിൻ്റെ ശരീരത്തിൽ മരുന്ന് കുത്തിവയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും വർക്കായില്ല. കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഗോബ്ലിൻ തൻ്റെ ഗ്ലൈഡർ ഉപയോഗിച്ച് മെയ്യെ ആക്രമിക്കുകയും ആ കെട്ടിടം പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. പീറ്റർ അവരെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പീറ്ററിൻ്റെ കൺമുമ്പിൽ വെച്ച് ഓൺമ അങ്ങനെ മരിക്കുകയാണ്. പോലീസുകാർ അവിടേക്ക് വരുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഹാപ്പി പീറ്ററിനോട് പറയുന്നു. ആകെ തകർന്ന് വല്ലാത്തൊരു കുറ്റബോധത്തോടെ പീറ്റർ അവിടെ നിന്ന് ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. മെയ് മരിച്ച കാര്യം എംജെയും നെഡും അറിയുന്നു. പീറ്റർ എവിടെയെങ്കിലും പോയി വിഷമിച്ചിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞ് അവനെ വിളിക്കാനായിട്ട് സ്ട്രേഞ്ചിനെ മോതിരം വെച്ച് നെഡ് അബദ്ധത്തിൽ മറ്റൊരു പോർട്ടൽ തുറക്കുന്നു. കാരണം അത് മറ്റൊരു യൂണിവേഴ്സിലായിരുന്നു. അതിലൂടെ വന്നത് ഒരു പീറ്റർ പാർക്കർ തന്നെയാണ്. പക്ഷേ അത് ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ വെർഷൻ ആണെന്നേ ഉള്ളൂ. അവനും ഒരു സ്പൈഡർമാനാണെന്ന് പറയുന്നു. നെഡും എംജെയും ആദ്യം ഞെട്ടെങ്കിലും അവൻ പറയുന്നത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. തങ്ങളുടെ പീറ്ററിനെ കണ്ടുപിടിക്കാൻ നെഡ് വീണ്ടും പോർട്ടൽ തുറക്കുന്നു. പക്ഷേ ഇപ്പോൾ വന്നത് മറ്റൊരു പീറ്റർ പാർക്കർ, ദ ഓജി ടോബി മാഗ്വയർ. ഇവർ മൂവരും കൂടി സങ്കടപ്പെട്ടിരിക്കുന്ന തങ്ങളുടെ പീറ്ററിനെ കണ്ടുപിടിക്കുന്നു. മെയ് മരിച്ചതിൽ മറ്റു രണ്ട് സ്പൈഡർമാന്മാരും സങ്കടം പറയുകയാണ്. കാരണം അവരുടെ വെർഷനും ആൻറ്റിമാരുണ്ടല്ലോ. താൻ മാത്രമല്ല സ്പൈഡർമാൻ എന്നറിഞ്ഞപ്പോൾ പീറ്ററിന് ആശ്ചര്യമായി. ബാക്കിയുള്ള വില്ലന്മാരെ ശരിയാക്കാൻ പുതിയ മരുന്നുകൾ ഉണ്ടാക്കാൻ അവർ മൂവരും ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിക്കുന്നു. വില്ലന്മാരെ ആകർഷിക്കാൻ വേണ്ടി പീറ്റർ ഡെയിലി ബ്യൂഗിലൂടെ തൻ്റെ ലൊക്കേഷൻ ലൈവായി പറയുന്നു. അത് വർക്കായി. ഇലക്ട്രോ വന്ന് മാന്ത്രിക ബോക്സിനെ ആക്രമണം തുടങ്ങുന്നു. ലിസാർഡും സാൻഡ്മാനും അവിടേക്ക് എത്തുന്നു. അങ്ങനെ 3 സ്പൈഡർമാനും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുകയാണ്. ഒടുവിൽ ടോബിയുടെ സ്പൈഡർമാൻ സാൻഡ്മാന് മരുന്ന് കൊടുത്ത് ആളെ സാധാരണ മനുഷ്യനാക്കുന്നു. ആൻഡ്രോയിഡ് സ്പൈഡർമാൻ ലിസാർഡിന് മരുന്ന് കൊടുത്ത് ആളെ പൂർവ്വരൂപത്തിലുള്ള ഡോക്ടർ കോണേഴ്സാക്കി മാറ്റുന്നു. ഇലക്ട്രോയെ നേരിടാൻ പാടുപെട്ടെങ്കിലും ഒക്ടേവിയസ് ഒന്ന് സഹായിച്ചതോടെ അയാളും പഴയപടിയാകുന്നു. വൈകാതെ അവിടേക്ക് വരുന്ന ഡോക്ടർ സ്ട്രേഞ്ച് തൻ്റെ മോതിരവും ബോക്സും തിരികെ വാങ്ങുകയാണ്. പീറ്റർ ചെയ്ത കാര്യങ്ങൾ കണ്ട് സ്ട്രേഞ്ചിന് ശരിക്കും അത്ഭുതം തോന്നി. പെട്ടെന്നാണ് ഗ്രീൻ ഗോബ്ലിൻ അവിടേക്ക് വന്ന് ആ ബോക്സ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്. പീറ്റർ അത് തിരികെ വാങ്ങിയെങ്കിലും ഗോബ്ലിൻ അതിലൊരു ബോംബ് വെച്ചിരുന്നു. ബോക്സ് പൊട്ടിത്തെറിക്കുന്നു. അതിൽ നിന്ന് പുറത്തു വരുന്ന ഊർജ്ജം ആകാശം മുഴുവൻ മറ്റു ലോകങ്ങളിലേക്കുള്ള പോർട്ടുകൾ തുറക്കാൻ കാരണമാകുന്നു. അത് തടയാൻ സ്ട്രേഞ്ച് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു പൊട്ടിത്തെറിയിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് മുകളിൽ നിന്നും MJ താഴേക്ക് വീഴുന്നു. പീറ്റർ അവളെ പിടിക്കാൻ ചാടിയെങ്കിലും അവനെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ആൻഡ്രോയിഡ് സ്പൈഡർമാൻ താഴേക്ക് ഡൈവ് ചെയ്ത് അവളെ പിടിക്കുന്നു. അതവനെ സംബന്ധിച്ച് വളരെ വൈകാരികമായ നിമിഷമായിരുന്നു. കാരണം അവൻ്റെ ലോകത്ത് പണ്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളെ ഇങ്ങനെ താഴേക്ക് വീണപ്പോൾ രക്ഷിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. പീറ്റർ ഗ്രീൻ ഗോബിളിനെതിരെ തൻ്റെ സർവ്വശക്തിയും എടുത്ത് പോരാടുകയും അയാളെ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ടോബിയുടെ സ്പൈഡർമാൻ വന്ന് അവനെ തടയുന്നു. പീറ്റർ അങ്ങനെ ഒരു കൊലപാതകി ആകരുത് എന്നായിരുന്നു ടോബി ചിന്തിച്ചത്. പക്ഷേ ഇതിനിടയിൽ ഗോബ്ലിൻ ടോബിയുടെ പുറകിൽ കുത്തുന്നു. ഇത് കണ്ട് ആൻഡ്രോയിഡ് സ്പൈഡർമാൻ മരുന്ന് പീറ്ററിന് നിറഞ്ഞു കൊടുക്കുകയും പീറ്റർ അത് ഗോബ്ലിൻ്റെ ശരീരത്തിൽ കുത്തിവെക്കുകയും ചെയ്യുന്നു. അതോടെ നോർമൻ ഓസ്ബോൺ ഗോബ്ലിൻ്റെ സ്വാധീനത്തിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രനാവുകയാണ്. കുത്തിയേറ്റെങ്കിലും ടോബിക്ക് ജീവനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൊട്ടിയ ബോക്സിൽ നിന്നുള്ള ഊർജ്ജം തനിക്കിനി അധിക നേരം പിടിച്ചു നിർത്താൻ കഴിയില്ലെന്ന് സ്ട്രേഞ്ച് പീറ്ററിനോട് പറയുന്നു. മൾട്ടിവേഴ്സ് തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് തടയാൻ വേറെ വഴിയില്ല. അപ്പോൾ പീറ്ററും ഇത് മനസ്സിലാക്കി ആ ഒരേ ഒരു പരിഹാരം പറയുകയാണ്. പീറ്റർ പാർക്കർ ആയിരുന്നു സ്പൈഡർമാൻ എന്നത് എല്ലാവരെയും ഉറപ്പിക്കാൻ ആദ്യം ചെയ്ത അതേ സ്പെൽ വീണ്ടും ചെയ്യുക.
ഇത്തവണ അത് പൂർണ്ണമായും വർക്കാവണം. എല്ലാ ലോകത്തുമുള്ള എല്ലാവരും പീറ്ററിനെ മറക്കണം. അതിനർത്ഥം MJ, നെഡ് തുടങ്ങി അവനെ അറിയുന്ന എല്ലാവരും അവനെ മറക്കും എന്നാണ്. പീറ്ററിന് ഉറപ്പാണോ എന്ന് സ്ട്രെയിൻ ചോദിക്കുമ്പോൾ അവൻ അതേ എന്ന് പറയുന്നു. ആ സ്പെൽ തുടങ്ങുന്നതിന് മുമ്പ് പീറ്റർ ടോബിയോടും ആൻഡ്രൂവിനോടും യാത്ര ചോദിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. തന്നെ മറന്നുപോയാലും താൻ വന്ന് എല്ലാവരെയും കണ്ടുപിടിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് അവൻ MJയോടും നെഡിനോടും പറയുന്നു. നല്ല സങ്കടമുണ്ടായിരുന്നെങ്കിലും അവരിത് മനസ്സിലാക്കുന്നു. ഒടുവിൽ സ്ട്രെയിഞ്ച് ആ സ്പെൽ ചെയ്യുകയാണ്. നിമിഷ നേരം കൊണ്ട് എല്ലാം അവസാനിക്കുന്നു. സിനിമയുടെ അവസാനം ഡെയിലി ബൂഗിളിലെ വാർത്തയിൽ പറയുന്നത് സ്പൈഡർമാൻ ആരാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല എന്നാണ്. ദാറ്റ് മീൻസ് ആ സ്പെൽ വർക്കായി. പീറ്റർ MJ ജോലി ചെയ്യുന്ന കോഫി ഷോപ്പിൽ അവളെ കാണാൻ വരുന്നു. അവൾക്ക് അവനെ മനസ്സിലായില്ല. അവൾക്ക് നെഡിനും MITയിൽ അഡ്മിഷൻ കിട്ടിയെന്ന് അവൻ അറിയുന്നു. കുറച്ചു നേരം അവളെ നോക്കിയതിനു ശേഷം താൻ ആരാണെന്ന് പറയാതെ അവൻ കിടന്ന് നടന്നു പോവുകയാണ്. അവരെ വീണ്ടും അപകടത്തിലേക്ക് വലിച്ചിഴക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. ആണ്ടുമയുടെ കല്ലറയ്ക്ക് മുന്നിൽ പീറ്റർ തനിച്ച് നിൽക്കുമ്പോൾ ഹാപ്പിയും അവിടെ വരുന്നുണ്ട്. പക്ഷേ ഹാപ്പിക്കും പീറ്ററിന് ഓർമ്മയുണ്ടായിരുന്നില്ല. ഒടുവിൽ പീറ്റർ തൻ്റെ ജീവിതം തികച്ചും ഒറ്റയ്ക്ക് പുതുതായി തുടങ്ങുന്നു. അവൻ്റെ ഈ വലിയ രഹസ്യം അറിയാവുന്ന ആരും ഇപ്പോൾ ഈ ലോകത്തില്ല. അവൻ പുതിയൊരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നു. സ്വയം തുന്നിയുണ്ടാക്കിയ ഒരു പുതിയ സ്പൈഡർമാൻ സ്യൂട്ടുമിട്ട് തനിക്ക് പ്രിയപ്പെട്ടവരെയെല്ലാം സുരക്ഷിതരാക്കാൻ വേണ്ടി ഒരു നിഴലെന്ന പോലെ സ്വന്തം ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും വേണ്ടെന്ന് വെച്ചതിൻ്റെ ഭാരവും പേറി ന്യൂയോർക്ക് നഗരത്തിലൂടെ അവൻ സിങ് ചെയ്യുന്നു പോകുന്നിടത്ത് ഈ ഒരു വലിയ കഥ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ബ്രാൻഡ് ന്യൂ ഡേ, അതിലും ഇതേ വേദന പേറിയ ഡിപ്രസ്ഡ് ആയിട്ടുള്ള പീറ്റർ പാർക്കറാകും നമ്മൾ കാണാൻ പോവുക. തുടർന്നുള്ള അവൻ്റെ മാറ്റങ്ങളും വഴിത്തിരികളും കണ്ടിട്ട് ബ്രാൻഡ് ന്യൂ ഡേയുടെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാത്തിരുന്ന് തന്നെ കാണാം.